പറഞ്ഞ ക്ലാസ് തുടങ്ങാറായി. നിങ്ങൾ തമ്മിൽ സംസാരിച്ചു. ഞങ്ങൾ തമ്മിൽ സംസാരിച്ചത് ആരെങ്കിലും കേട്ടോന്ന് ഞാൻ നോക്കിയപ്പോ ധന്യ മാത്രമേ ഉള്ളായിരുന്നു. Good morning, Miss. Good morning, ma'am. Morning, ma'am. Okay. Good morning, Miss. Good morning. ചന്ദ്രയുടെ ഹസ്ബൻഡിന് എന്ത് പറ്റി? അയ്യോ, കാലിന്റെ ലിഗമെന്റ് വലിഞ്ഞ് അങ്ങനെ ബാൻഡേജ് ഇട്ട് വെച്ചിരിക്കുന്നു. കുഴപ്പമില്ല, 5 ദിവസം റെസ്റ്റ് പറഞ്ഞു. നമ്മുടെ ക്ലാസ്സിൽ ഒരു ആക്ടിവിറ്റി ചെയ്യിപ്പിക്കുകയാണ് കേട്ടോ. അതായത് ഞാൻ കുറച്ച് ടോപ്പിക്സുകൾ തരും, അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അറിയാവുന്ന പോയിന്റ്സുകൾ പറയാം. ഓക്കെ? ഓക്കെ മാം. സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക് ആണോ? ഓക്കെ, അതെ. Good morning, ma'am. മോർണിംഗ്. എല്ലാവരും വരട്ടെ, എന്നിട്ട് ഞാൻ പറയാം കേട്ടോ. ഈ ചാപ്റ്റർ ബേസ് ക്ലാസ് അല്ല എടുക്കുന്നത്, ആക്ടിവിറ്റി നമ്മൾ ചെയ്യാണ് കേട്ടോ. ഓക്കെ മാം. റെഡിയാണ് പ്രേയർ. പ്രേയർ ആരാന്ന് വെച്ച് സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. Good morning, all. Good morning, ma'am. I am Sinu. I am from Ernakulam. Oh God, oh God, you are my Father. I am your little child. Give me your love, show me your light, that I may follow the way to things good and things right. Thank you, ma'am. Thank you all. Thought of the day. Thought of the day. ഞാൻ പറയുന്നു. I am Jyoti from Palakkad. The way I see it, if you want the rainbow, you gotta put up with the rain. Dolly Parton. Thank you. Ma'am, signing. Signing. Self-love. When you love yourself, you glow from the inside. You attract people who love, respect, and appreciate your energy. Self-love. സ്വയം സ്നേഹിക്കാം, സന്തോഷമായിരിക്കാം. അവർക്ക് എന്നോട് ഒരു സ്നേഹവുമില്ല എന്ന് പറയാതെ എനിക്ക് എന്നോട് സ്നേഹമുണ്ടോ എന്ന് ചോദിക്കണം. സ്വയം സ്നേഹിക്കുക എന്നതാണ് സന്തോഷത്തോടെ ഇരിക്കാനും മാനസികാരോഗ്യം മെച്ചപ്പെടുത്താനുമുള്ള ഒരു മികച്ച വഴി. നമ്മുടെ ചുറ്റും നോക്കുമ്പോൾ കരിയറിലും ജീവിതത്തിലും വെന്നിക്കൊടി പാറിച്ച് തല ഉയർത്തി ആത്മവിശ്വാസത്തോടെ നിൽക്കുന്ന ധാരാളം ആളുകളെ നമുക്ക് കാണാൻ കഴിയും. നമ്മൾ നോക്കുമ്പോൾ അവിടെ എന്തോ ആണ്, പക്ഷെ വളരെ കുറച്ചു പേര് ലാളിത്യത്തോടെ സംസാരിക്കുന്നതായിട്ടും നമുക്ക് കാണാൻ കഴിയും. പ്രശ്നക്കാർ ഇവിടെ നിന്ന് സ്റ്റാൻഡ് വിട്ടു പോകണം എന്ന് പറയുന്ന ജയദേവൻ മാഷിനും എന്റെ കുട്ടികളെ എല്ലാവരും നല്ല കുട്ടികൾ എന്ന് പറയണം എന്ന് പറഞ്ഞ അപർണ മിസ്സും, ഡോ മതിയടോ നമുക്ക് ക്ലാസ് തുടങ്ങാം എന്ന് പറയുന്ന ആതിര മിസ്സും,
കിളിനാദവുമായി നിങ്ങൾ പറഞ്ഞാലേ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പറയാൻ കോൺഫിഡൻസ് കിട്ടൂ എന്ന് പറയുന്ന അശ്വതി മിസ്സും, സമീകൃതാഹാരമായ പാല് പോലുള്ള ജിഷ മിസ്സും, വൈറ്റമിനുകളും ഫൈബറുകളും മിനറൽസും എല്ലാം കൂടി ഒരു റിച്ച് ഫുഡാക്കി രാത്രി വന്നിട്ട് വിളമ്പുന്ന നമ്മുടെ അശ്വതി മിസ്സും, ഇവർക്കൊക്കെ ഒരു വേ ഓഫ് ടീച്ചിങ് മെത്തേഡ് ഉണ്ട്. ഇവർക്കെല്ലാം അവരെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഉണ്ടാക്കിയെടുക്കാൻ ഇങ്ങനെ ഒരു രീതി പറ്റിയത്. ഇനി നമ്മുടെ ക്ലാസ്സിലാണെങ്കിൽ മിസ് ക്ലാസ് തുടങ്ങി ആരെങ്കിലും ഒരു പോർഷൻ ഒന്ന് വായിച്ചേ എന്ന് പറയുമ്പോഴേക്കും കോൺഫിഡൻസ് ആയ നമ്മുടെ ചുണക്കുട്ടികൾ ചെന്നൈയിൽ നിന്ന് ജോളി ചേച്ചിയും, തിരുവനന്തപുരത്തിന്റെ തമനയും, മലപ്പുറത്തിന്റെ രചനയും, എറണാകുളത്തിന്റെ സിനുവും, ഖത്തറിലെ ഐഷയും ഞാൻ പറയാമെന്ന് പറഞ്ഞു വരും. ഇതും സെൽഫ് കോൺഫിഡൻസിന്റെ ഭാഗമാണ്. ഒരു വിഷയം കിട്ടിയാൽ അതിനെ നമ്മുടേതായ കഴിവും അറിവും ഭംഗിയും വെച്ച് മനസ്സിലാക്കി ആ ക്ലാസ്സിലെ താരമാകുമ്പോൾ കിട്ടുന്ന ആ ഒരു കോൺഫിഡൻസ് ആണ്. അതാണ് മക്കളെ സെൽഫ് കോൺഫിഡൻസ്. ആ ഒരു അനുഭൂതി എന്താണെന്ന് അത് അനുഭവിച്ചിട്ടുള്ള ഇവർക്കറിയാം. Good morning, my dear tutors, ma'am and friends. It is a moment of extreme pleasure to welcome ma'am and kiddos of you present today. It is so wonderful to see you all this class. I guarantee your next few hours will be delightful and memorable. Enjoy the class. Thank you, ma'am. Thank you very much. Signing in Presida from Thrissur. ഒരു മിനിറ്റ് കേട്ടോ, വെയിറ്റ് ചെയ്യണേ. കേൾക്കാൻ പറ്റുന്നുണ്ടോ? Yes, ma'am. ഞാൻ നിങ്ങൾക്ക് കുറച്ച് ടോപ്പിക്സ് തരാം. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്കറിയാവുന്ന പോയിന്റ്സ് കുറച്ച് എലാബറേറ്റ് ചെയ്ത് സംസാരിക്കണം കേട്ടോ. ഇത് സ്പീച്ച് ആക്ടിവിറ്റി ആണ്. നമ്മൾ ക്ലാസ്സിൽ തന്നെ ഓൺ ക്ലാസ്സിൽ ചെയ്യാണ്. ഓക്കെ, കേൾക്കുന്നുണ്ടോ പറയുന്നത്?
യെസ് മാം. മാമിനെ കേൾക്കുന്നുണ്ട് കാണാൻ പറ്റുന്നില്ല. ഞാൻ ക്യാമറ ഓൺ ചെയ്യാം ഒരു സെക്കൻഡ്. മാം ഇംഗ്ലീഷിൽ സംസാരിക്കണോ അതോ നമ്മളെ മലയാളത്തിൽ ടോപ്പിക്കുകൾ തരാം, ഇംഗ്ലീഷിലല്ല മലയാളത്തിൽ സംസാരിക്കാം. ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ ഓരോരുത്തരുടെ പേര് വിളിക്കാം. അതിന് മുമ്പായിട്ട് ഞാൻ ആദ്യത്തെ ഒരു ടോപ്പിക്ക് പറയാം. അപ്പൊ അതൊന്ന് മനസ്സിലൊന്ന് ആലോചിച്ച് നോക്കാം, എന്തൊക്കെ കാര്യങ്ങൾ പറയാൻ സാധിക്കുമെന്ന്. ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ ആണ് കേട്ടോ. എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസത്തെ കുറിച്ച്. അപ്പൊ പോയിന്റ്സ് ഒന്ന് മനസ്സിലൊന്ന് ആലോചിച്ച് നോക്കുക കേട്ടോ. കമറുന്നിസ മ്യൂട്ട് ചെയ്യൂ. യെസ്, ഞാൻ ഒരാളുടെ പേര് വിളിക്കട്ടെ. ജ്യോതി, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് മാം. അയ്യോ, പെട്ടെന്ന് വിളിച്ചു. ഇത് അതിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞാൽ മതിയല്ലോ മാം, വിദ്യാഭ്യാസത്തിന്. വിദ്യാഭ്യാസത്തെ കുറിച്ച് എന്താണ് ജ്യോതിക്ക് പറയാനുള്ളത്? ഓക്കെ, പറഞ്ഞോളൂ. അതായത് നമ്മുടെ ജീവിതത്തിൽ വിദ്യാഭ്യാസം പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ് മാം. അതായത് കുട്ടികൾ ചെറുപ്പം തൊട്ട് തന്നെ വിദ്യാഭ്യാസം അതായത് എങ്ങനെ എനിക്ക് പറയാനും കിട്ടുന്നില്ല. കുട്ടികൾ സ്കൂളിലൊക്കെ പോകുമ്പോഴാണ് കുട്ടികൾക്ക് മറ്റുള്ളവരെ ഒരു റെസ്പെക്റ്റ് കൊടുക്കാനും ഇതൊക്കെ ആ സ്കൂളിൽ നിന്ന് ചിട്ടയും ഇതൊക്കെയാണ്. സ്കൂളിൽ നിന്ന് ആ എഡ്യൂക്കേഷൻ അത് കാരണമാണ് അവർക്കത് കിട്ടുന്നത്. പിന്നെ ഒന്ന്, എഡ്യൂക്കേഷൻ ഉള്ളത് കൊണ്ട് നമുക്ക് എന്ത് വേണമെങ്കിലും നേടിയെടുക്കാം, എഡ്യൂക്കേഷൻ ഉള്ളത് കൊണ്ട്. പിന്നെ പറഞ്ഞോളൂ. ശരി മാം. ജ്യോതി പറയൂ, കേൾക്കാൻ കഴിയുന്നില്ല. ജ്യോതിയോട് കണ്ടിന്യൂ ചെയ്തോളാനാ മാം പറഞ്ഞത് കേട്ടാ. ഹലോ. അതേടാ, മ്യൂട്ട് ആയതാണ്. അതായത് വിദ്യാഭ്യാസം ഉള്ളത് കൊണ്ട് നമുക്ക് നമ്മൾ ആരാണ് എന്ന് നമുക്ക് അത് കാണിക്കാൻ പറ്റും. പിന്നെ ഇപ്പൊ നമുക്ക് ആരും എന്നും നമ്മുടെ കൂടെ നിൽക്കും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ എന്ത് വേണമെങ്കിലും നേടിയെടുക്കാം. എനിക്ക് ഇത്രയും പെട്ടെന്ന് ചോദിച്ചപ്പോ എനിക്കൊന്നും പറയാൻ അറിയില്ല, സോറി കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് മാനുഷിക മൂല്യങ്ങൾ. ഇതാരാണ്? ഞാൻ പറയട്ടെ. അനുശ്രീ പ്രണീഷ്. അനുശ്രീ, മാം പറയൂ. പെട്ടെന്ന് ചോദിച്ചപ്പോ ഏതാന്നൊരു സെക്കൻഡ്, നിങ്ങളിപ്പോ സംസാരിക്കില്ല. ഇപ്പൊ കയറിയവർക്ക് ഇതെന്താ സംഭവം എന്ന് മനസ്സിലായിട്ടില്ല. നമ്മളിപ്പോ ഒരു ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ചാപ്റ്റർ ബേസ്ഡ്
ചാപ്റ്റർ ബേസിൽ വരുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഓരോ ടോപ്പിക്സ് നിങ്ങൾക്ക് തന്നിട്ട് നിങ്ങൾക്ക് ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എങ്ങനെയൊക്കെ എലാബറേറ്റ് ചെയ്ത് പറയാൻ സാധിക്കും, നിങ്ങൾക്ക് എത്രത്തോളം ആ ഒരു വിഷയത്തില് അറിവുണ്ട് എന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ട്, എങ്ങനെ നിങ്ങളത് സംസാരിക്കും എന്ന് അറിയാൻ വേണ്ടിയിട്ടൊരു ആക്ടിവിറ്റീസ് നമ്മൾ ഓൺ ക്ലാസ്സിൽ ചെയ്യുകയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ അതുമായി ബന്ധപ്പെട്ടാണ് ആദ്യം എഡ്യൂക്കേഷൻ എന്നൊരു ടോപ്പിക് ഒരാൾക്ക് കൊടുത്തത്. കുട്ടിക്ക് അറിയാവുന്ന രീതിയിൽ സംസാരിച്ചു. നെക്സ്റ്റ് ടോപ്പിക് ആണ് മാനുഷിക മൂല്യങ്ങളെ കുറിച്ചിട്ട്. ഓക്കെ, അതാരാണ്? അനുശ്രീയാണ് സംസാരിക്കുന്നത്. അനുശ്രീ പറയൂ. അനുശ്രീ. മാം ഞാൻ പറയാം. ഞാൻ വീട്ടിൽ പേര് പറഞ്ഞാൽ മതി കേട്ടോ. അത് ഒട്ടും കിട്ടാത്തവര് ഒരേ ടോപ്പിക്ക് തന്നെ ഒരാൾക്കും കൂടി അവസരം തരാൻ പറയാനായിട്ട്. ഓക്കെ, അനുശ്രീ പറയൂ. പെട്ടെന്ന് ചോദിച്ചോണ്ടൊരു കൺഫ്യൂഷൻ. മാനുഷിക മൂല്യങ്ങളെ പറ്റി അനുശ്രീക്ക് എന്താണ് അറിയാവുന്നത് സംസാരിക്കാം. പെട്ടെന്ന് ചോദിച്ചോണ്ടൊരു അറിയില്ല. ഹ്യൂമൻ റിസോഴ്സസ് അല്ലേ? നെക്സ്റ്റ് ആരാണ്? ശ്രീജ. ശ്രീജ. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്, പറയൂ. ടോപ്പിക് മാനുഷിക മൂല്യങ്ങൾ. അതെ, മാനുഷിക മൂല്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഇപ്പം വിദ്യാഭ്യാസത്തിന് വിദ്യാഭ്യാസം വേണം, പണത്തിന് പണം വേണം. പക്ഷെ അതിനൊക്കെ അപ്പുറം ഹ്യൂമൻ ബീയിങ് അല്ലെ, ഒരു മനുഷ്യന് നമ്മൾക്ക് ഒരാൾക്ക് ഇപ്പൊ ഒരു ഭയങ്കരമായിട്ടൊരു വിഷമം അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇമോഷണലായിട്ട് അവർ വീക്കായിട്ട് നിൽക്കുമ്പോൾ നമ്മൾക്ക് അവരെ മെന്റലി ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അവരെ ഒന്ന് കേൾക്കാൻ പറ്റും അല്ലെ. അതായത് അവർക്ക് ലൈഫിൽ അവർക്ക് ഇനി അടുത്തൊരു സ്റ്റെപ്പ് വെക്കാൻ പറ്റാതെ നിൽക്കുന്ന ഒരു അവസ്ഥയിൽ നമ്മൾക്ക് അവരെ ഒന്ന് കേൾക്കാൻ നമ്മളൊരു 10 മിനിറ്റ് കൊടുക്കുമ്പോൾ ചിലപ്പോൾ അവർ അതിൽ നിന്ന് റിക്കവറായി വരും. അതുപോലെ ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ കാണുന്ന ഒരു കാര്യമാണ്, നമ്മൾ വെളിയിലോട്ട് ഇറങ്ങി മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനൊന്നും പൊതുവെ ആർക്കും വലിയ ഇൻട്രസ്റ്റ് ഇല്ല. എല്ലാവർക്കും എന്തോ മാനുഷിക മൂല്യങ്ങൾ ഏതൊക്കെയാണ്? നമ്മൾക്ക് ഇപ്പം ഒരു വിശക്കുന്നവന് ഒരു വയറ് നിറച്ച ആഹാരം കൊടുക്കുക, അതൊരു സ്നേഹത്തിന്റെ ബേസ്. അപ്പൊ മാനുഷിക മൂല്യങ്ങൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? സ്നേഹം, പരസ്പര ബഹുമാനം, കരുണ, ദയ, ഒരു കുഞ്ഞുങ്ങളോടാണെങ്കിൽ വാത്സല്യം, അവരോട് നമ്മൾ സംസാരിക്കുന്ന ഒരു രീതി, കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ട ഒരു റെസ്പെക്ട് ഉണ്ട്, അവർക്കും നമ്മൾ റെസ്പെക്ട് കൊടുക്കണം അല്ലേ. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് എനിക്ക് തോന്നിയത് പെട്ടെന്ന്. ഞാൻ പറയട്ടെ മാം. മാനുഷിക മൂല്യങ്ങളെ പറ്റി തന്നെയാണോ? അതെ അതെ. വേറെ ടോപ്പിക്കുള്ളത് തന്നെയല്ലേ? ഇത് തന്നെ പറഞ്ഞോളൂ. ഓക്കെ, മാനുഷിക മൂല്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പം ആരാ പറഞ്ഞതെന്ന് ഞാൻ പേര് ശ്രദ്ധിച്ചില്ല. ആള് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുക, മറ്റുള്ളവരെ ബഹുമാനിക്കുക, മറ്റുള്ളവർക്ക് നമുക്ക് എന്ത് ചെയ്തു കൊടുക്കാൻ പറ്റുമോ അത് നമ്മളെ കൊണ്ട്, നമ്മുടെ കയ്യിൽ ക്യാഷ് ഇല്ലെങ്കിൽ നമുക്ക് അവരെ ഏതൊക്കെ രീതിയിൽ മെന്റലി ആണെങ്കിലും ഫിസിക്കലി ആയാലും അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുള്ളൊരു മനസ്സുണ്ടാവുക. അതിപ്പോ കുട്ടികളോടായാലും മുതിർന്നവരോടായാലും നമ്മൾ അവരോട് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന എന്നാണോ അത് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുക എന്നുള്ളതാണ് മറ്റുള്ളവർക്ക് നമ്മൾ കൽപ്പിക്കുന്ന ഒരു മാനുഷിക മൂല്യം. ഇപ്പൊ ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു പണ്ട്. ഒരാള് ഭയങ്കരമായിട്ട് ഡെസ്പായിട്ട് ആള് മെന്റലി ഡൗൺ ആയിട്ട് നിൽക്കുന്ന ഒരു സമയത്ത് ആളുടെ ഫ്രണ്ട്സ് എല്ലാം ആളെ വിട്ടിട്ട് പോകുന്നുള്ളത് ഇതിൽ കണ്ടത് അങ്ങനെയാണ്. അപ്പോ ആള് എന്താ പറയാ, ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട്, സൂസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാലത്തിന്റെ മുകളിൽ കയറി നിൽക്കുകയാണ്. അപ്പൊ ആളെ പോയൊരു സ്ട്രേഞ്ചർ, ആ വഴിക്ക് പോയൊരു സ്ട്രേഞ്ചർ പെട്ടെന്ന് ഓടി വന്ന് ആളെ ഹഗ് ചെയ്തിട്ട് കുറച്ചു നേരം അങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ആ നിൽക്കുന്ന സമയത്ത് ആ സൂസൈഡ് ചെയ്യാൻ പോയ ആള് പെട്ടെന്ന് കരഞ്ഞിട്ട് ഈ ആളുടെ നേരെ അവിടെ ഇരുന്നിട്ട് ആളുടെ പ്രശ്നങ്ങൾ ഫുള്ളും ഈ ആളോട് പറയുകയാണ്.
അപ്പൊ ആളോട് പറഞ്ഞപ്പം ആളുടെ മനസ്സ് കുറച്ച് റിലീഫ് ആവുകയും മറ്റേ ആ വന്നയാൾ അയാളെ വിളിച്ചുകൊണ്ട് പോയി റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ചായയൊക്കെ വാങ്ങിക്കൊടുത്ത് ആളെ കുറച്ച് നേരം ഒന്ന് കൂടെ ഇരുത്തി ആളുടെ മനസ്സൊന്ന് കേൾക്കാനും സംസാരിക്കാനും ആൾക്ക് എന്തെങ്കിലും അതിന് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു രീതിയിലുള്ള എന്തെങ്കിലും ഉപദേശം കൊടുത്തിട്ടുണ്ടാവും. പോയ ആള് ഹാപ്പി ആയിട്ടാണ് തിരിച്ചു പോയത്. ആ സൂയിസൈഡിൽ നിന്ന് അയാൾ റിമൂവ് ആയി. അതിപ്പോ അയാളുടെ ആ ഒരു മനസ്സിനുണ്ടായ ആ ഒരു പെട്ടെന്നുണ്ടായ ആ ഒരു പെയിൻ ആൾക്ക് അത് റിലീഫ് ആവാൻ ഉണ്ടായത്. അപ്പൊ നമുക്ക് മറ്റൊരാൾക്ക് എന്താണോ ചെയ്ത് കൊടുക്കാൻ പറ്റുക, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫിസിക്കലായാലും മെന്റലി ആയാലും നമുക്ക് എന്താണോ ആൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുക, മറ്റുള്ളവരുടെ മൂല്യങ്ങളും കൂടെ നമ്മളും നമ്മളുടേതാണെന്ന് കരുതുക. മറ്റുള്ളവർക്ക് വിശക്കുന്നുണ്ടെങ്കിൽ നമുക്കും വിശക്കുന്നുണ്ടെന്ന് നോക്കുക. അങ്ങനെ മറ്റുള്ളവർക്ക് സഹായം ചെയ്യാൻ പറ്റും അത് ചെയ്യുക. താങ്ക് യു. നെക്സ്റ്റ് ടോപ്പിക് സൊസൈറ്റി. നെക്സ്റ്റ് ടോപ്പിക് സൊസൈറ്റി. സമൂഹത്തെ കുറിച്ച് ആരാണ് സംസാരിക്കുന്നത്? ഞാൻ സംസാരിക്കുന്നു. മുഫീദ റിയാസ്. പറയൂ. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. പറയുമ്പോൾ എന്താണ് സൊസൈറ്റി, എന്തൊക്കെയാണ് സൊസൈറ്റിയിലെ ഒരു സംസ്കാരം, അതുമായി ബന്ധപ്പെട്ട് എങ്ങനെയായിരിക്കണം സംസാരിക്കേണ്ടത് കേട്ടോ. ഓക്കെ. നമ്മളെല്ലാരും മനുഷ്യരാണല്ലോ. അപ്പൊ മനുഷ്യരെന്ന് പറയുമ്പം ഒരു സാമൂഹിക ജീവിയാണെന്ന് പറയാം. അതായത് നമ്മളൊരു സമൂഹത്തിലാണ് ജീവിക്കുന്നത്. അപ്പം സമൂഹം എന്ന് പറഞ്ഞാല് നമ്മൾ ഒരുപാട് ആൾക്കാരെ കൂടി കലർന്ന് ജീവിക്കുന്ന ഒരു കൂട്ടം, അതിനെയാണ് സമൂഹം എന്ന് പറയുന്നത്. അപ്പം ഒരു മനുഷ്യന്റെ വ്യക്തി ജീവിതത്തിൽ ആ സമൂഹത്തിനുള്ള പങ്ക് എന്ന് പറയുന്നത് വളരെ വലുതാണ്. പിന്നെ അതായത് നമ്മളൊരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ആ സമൂഹത്തിന്റെ സംസ്കാരം എന്താണോ അതാണ് ആ ഒരു വ്യക്തിയുടെ സംസ്കാരമായിട്ട് മാറുന്നത്. അതായത് ഒരു നാട്ടിലെ ആൾക്കാര് മോശമായിട്ടുള്ള രീതിയിലാണ് നിൽക്കുന്നതെങ്കിൽ, അതായത് അവിടുത്തെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട്, സാമൂഹികമായിട്ടുള്ള ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മോശമാണെങ്കിൽ അവിടുത്തെ എല്ലാ വ്യക്തികളെയും അത് മോശമായിട്ട് തന്നെ ബാധിക്കുന്നതാണ്. അതേപോലെ തന്നെ വളർന്നു വരുന്ന കുട്ടികളെ ആണെങ്കിലും ഒക്കെ തന്നെ പിന്നെ ധാർമ്മിക മൂല്യങ്ങളൊക്കെ നന്നായിട്ട് ഉൾക്കൊണ്ടിട്ട് ഉള്ള ആ ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്കും ഓരോരോ വ്യക്തികൾക്കും തന്നെ നന്നായിട്ട് ആ ഒരു ധാർമ്മിക മൂല്യങ്ങളൊക്കെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ ജീവിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. പിന്നെ നമ്മൾ വസ്ത്രധാരണം ആയിക്കോട്ടെ, അല്ലെങ്കിൽ പിന്നെ മറ്റ് കാര്യങ്ങളായിക്കോട്ടെ, നമുക്ക് നമ്മുടെ കേരളീയ സംസ്കാരം അല്ലെങ്കിൽ കേരളീയ സമൂഹമൊക്കെ തന്നെ പറയുകയാണെങ്കിൽ നല്ലൊരു രീതിക്കാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് പറയാം, അല്ലെ? അത് തന്നെ നമ്മളെ പാശ്ചാത്യ സംസ്കാരത്തിലേക്ക് പോകാൻ അവരുടെ കൾച്ചർ എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു കൾച്ചറാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയല്ല കേട്ടോ പറയുന്നത്. നമ്മളെ അപേക്ഷിച്ച് അവര് ഭക്ഷണത്തിലായിക്കോട്ടെ അല്ലെങ്കിൽ വസ്ത്രധാരണത്തിലായിക്കോട്ടെ, പിന്നെ ആൾക്കാരോടുള്ള നോർത്ത് ഇന്ത്യയിലൊക്കെ പോവുകയാണെങ്കിൽ ആൾക്കാരോടുള്ള പെരുമാറ്റം ആയിക്കോട്ടെ, അതൊക്കെ തന്നെ മോശമായിട്ടുള്ള വ്യക്തികളെയും അത് ബാധിക്കുന്നത്. കേരളം. നെക്സ്റ്റ് ടോപ്പിക് കേരളം. കേരളത്തെ കുറിച്ച് ആരാണ് പറയുന്നത്? കേരളത്തെ കുറിച്ച് ആരാണ് സംസാരിക്കുന്നത്? ഞാൻ പറയട്ടെ മിസ്. സനിയ ആണോ? സാനിയ. ഓക്കെ. കേരളം എന്ന് വെച്ചാൽ നമുക്കറിയാവുന്ന പോലെ തന്നെ ഗോഡ്സ് ഓൺ കൺട്രി. എല്ലാവർക്കും അറിയാം, കേരളം എന്ന് കേട്ടാൽ ഗോഡ്സ് ഓൺ കൺട്രിയാണ്. സംസ്കാരത്തിന്റെ ആയാലും ക്ലൈമറ്റിന്റെ ആയാലും തനതായ ഒരു പ്രകൃതി ഭംഗി ആയാലും എല്ലാം ഉൾക്കൊണ്ട ഒരു സംസ്ഥാനമാണ് കേരളം. പിന്നെ കേരളത്തിന്റെ പ്രത്യേകതകളെന്ന് വെച്ച് നോക്കിയാൽ പ്രകൃതി ഭംഗി, നമ്മുടെ ഓരോ സംസ്കാരം, കല, കായികം, അങ്ങനെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടുള്ളതാണ് കേരളത്തിന്. ഓക്കെ. അതെ. ഓക്കെ. കേരളത്തെ പറ്റി ആരാണ് സംസാരിക്കുന്നത്? അടുത്തതാരാണ്? ഞാൻ പറയാം. കേരളം എന്ന് പറയുമ്പോൾ തന്നെ ദൈവത്തിന്റെ സ്വന്തം നാടെന്നാണ് അറിയപ്പെടുന്നത്. ധാരാളം മലകളും കാടുകളും പുഴകളും നിറഞ്ഞ ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. വിവിധ സംസ്കാരങ്ങളുടെയും ഉത്സവങ്ങളുടെയും നാട് തന്നെയാണ് കേരളം എന്ന് പറയുന്നത്. കേരളത്തിൽ ധാരാളം
പ്രസിദ്ധരായ എഴുത്തുകാരുണ്ട്. സംസ്കാരത്തിന്റെ ഒരു കലവറ തന്നെയാണ് കേരളം എന്ന് പറയുന്നത്. ഓരോ കേരളീയർക്കും എല്ലാ സംസ്ഥാനത്തും കേരളക്കാർ എവിടെ ചെന്നാലും നമുക്ക് മലയാളികൾ എന്ന് എവിടെ ചെന്നാലും നമുക്ക് മലയാളികളെ കാണാൻ സാധിക്കും. കേരളം എന്ന് പറയുന്നത് വളരെ നല്ലൊരു സംസ്ഥാനം തന്നെയാണ്. പ്രകൃതി രമണീയമായ ഒരു സംസ്ഥാനം തന്നെയാണ് കേരളം. രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയട്ടെ ഞാൻ. ഹലോ ഞാൻ ഹലോ പറയട്ടെ ഞാൻ പറയട്ടെ മാം. ഹലോ ഞാൻ പോയെന്ന് തോന്നുന്നു. ഞാൻ പോയി, ആരെങ്കിലുമൊക്കെ പറയും. കഴിഞ്ഞ ശ്രീ സോറി ആരാണിത് പറഞ്ഞത്? അനീഷ. കഴിഞ്ഞു. അനീഷയാണ് സംസാരിച്ചത്. ഞാൻ പറയട്ടെ മാം. കഴിഞ്ഞോ? കഴിഞ്ഞു. നെക്സ്റ്റ് ടോപ്പിക് വരട്ടെ. വിദ്യാർത്ഥികൾ, സ്റ്റുഡൻസ്. ഞാൻ പറയട്ടെ മാം. ആതിര മനോജ് പറയൂ. വിദ്യാർത്ഥികൾ എന്ന പദത്തിന് അർത്ഥം തന്നെ വിദ്യയെ അർത്ഥിക്കുന്നു, അതായത് വിദ്യയെ സ്വീകരിക്കുന്ന അവർ എന്നാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ നമ്മുടെ എത്ര വിദ്യാർത്ഥി എന്നതിനൊരു പ്രായപരിധിയില്ല. എത്ര വയസ്സ് വേണമെങ്കിലും നമുക്ക് വിദ്യയെ അർത്ഥിക്കുന്ന ആളുകൾക്ക് വിദ്യാർത്ഥി എന്ന് സൂചിപ്പിക്കാം. പൊതുവെ നമ്മൾ വിദ്യാർത്ഥി എന്ന് ഉദ്ദേശിക്കുന്നത് കുട്ടികളെയാണ്. ഒരു ഡിഗ്രി വിദ്യാഭ്യാസം വിദ്യാർത്ഥികളെ കുറിച്ച് പറയുമ്പോൾ വിദ്യാർത്ഥികളുടെ ഗ്രൂപ്പിലാണ് നമുക്ക് അവരുടെ സ്വഭാവങ്ങൾ രൂപീകരിക്കുന്നതിലൊക്കെ വിദ്യാർത്ഥികളുടെ ഒരു പരിധി വരെ അവര് ഒരു എന്താണ് വിദ്യാർത്ഥി? എന്താണ് വിദ്യ ആർജിക്കുന്നയാളല്ലേ വിദ്യാർത്ഥി? കംപ്ലീറ്റ് ചെയ്ത് പറയൂ. വിദ്യ ആർജിക്കുന്നയാളാണ് വിദ്യാർത്ഥി എന്നറിയപ്പെടുന്നത്. അതായത് ഭാവിയുടെ വാഗ്ദാനങ്ങളാണ് വിദ്യാർത്ഥികള്. അതായത് വിദ്യാഭ്യാസ ആ കാലത്താണ് നമ്മുടെ സ്വഭാവ രൂപീകരണം നടക്കുന്നത്. അതേപോലെ വിദ്യ കൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു ജോലി വാങ്ങാൻ വേണ്ടി മാത്രമല്ല. അതായത് സമൂഹത്തെ കുറിച്ച് പഠിക്കുക, എല്ലാവരെ കുറിച്ച് പഠിക്കുക. അതുപോലെ പുസ്തകങ്ങളെ കുറിച്ച് പുസ്തകത്തിലുള്ളത് മാത്രമല്ല നമ്മൾ വിദ്യാഭ്യാസ കാലയളവിൽ പഠിച്ചെടുക്കുന്നത്. മതിയോ? ഇത്രേ ഉള്ളൂ പോയിന്റ്സ്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് അധ്യാപകരെ കുറിച്ച്. അധ്യാപകർ, ടീച്ചേഴ്സ്. ഞാൻ പറയട്ടെ. അധ്യാപകരെന്ന് പറയുമ്പോഴത്തേക്കും നമ്മളുടെ മനസ്സിൽ ഓടിയെത്തുന്ന അറിവുകൾ നമുക്ക് പകർന്നു തരുന്ന ഏറ്റവും ശ്രേഷ്ഠമായി അലങ്കരിക്കുന്ന ആൾക്കാരാണ് അധ്യാപകർ എന്നുള്ളത്. ഒരു വിദ്യാർത്ഥിയുടെ മനസ്സിൽ അല്ലെ അവരുടെ ഒരു കുട്ടി ജനിച്ച മുതൽ വിദ്യാഭ്യാസം ആരംഭിച്ച് അവർ ഉയർന്ന നിലയിൽ എത്തിവരെ അവരുടെ ജീവിതത്തില് അറിവ് പകർന്നു കൊടുക്കുന്ന ഏറ്റവും ശ്രേഷ്ഠരായിട്ടുള്ളവരാണല്ലോ അധ്യാപകരെന്ന് പറയുന്നത്. അപ്പൊ അധ്യാപകരെന്ന് പറയുമ്പോഴത്തേക്കും അറിവ് മാത്രമല്ല, ഒരു വിദ്യാഭ്യാസ കാലത്ത് കുട്ടികളിൽ ഒത്തിരി ഒരു കുട്ടിയെ എല്ലാ തരത്തിലും അവരുടെ സ്വഭാവ രൂപീകരണത്തിന് അവരെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് അധ്യാപകരാണ്. ഒരു വിദ്യാർത്ഥി ആയിരിക്കുന്ന സമയത്ത് തന്നെ കുട്ടികൾ ഏറ്റവും കൂടുതൽ ഒരു ദിവസം കൂടുതൽ അധ്യാപകരുടെ കൂടാണ് ചിലവഴിക്കുന്നത്. അപ്പൊ അവര് പകർന്നു നൽകുന്ന അറിവാണ് അവരുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ അവരെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത്. അപ്പൊ അധ്യാപകരെന്ന് പറയുമ്പോൾ വിദ്യ അഭ്യസിച്ചിട്ടുള്ള എല്ലാവരുടെയും മനസ്സിൽ അധ്യാപകർ ഏറ്റവും ബഹുമാനം അർഹിക്കുന്നവരാണ്. അധ്യാപകരെ
എന്താണ് ഇപ്പം വിദ്യാഭ്യാസം മാത്രമല്ല നമ്മളുടെ ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങൾ പുസ്തകത്തിലൂടെ അറിവുകൾ മാത്രമല്ലാതെ അവരുടെ ചുറ്റുപാടുകളിലുള്ളത് അവരുടെ ഒരു വിദ്യാർത്ഥി പഠിക്കുന്ന സ്കൂളിലെ ചുറ്റുപാടിലുള്ള കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ അവർ സ്വായത്തമാക്കേണ്ട കാര്യങ്ങൾ ഇതെല്ലാം നമുക്ക് ലഭിക്കുന്നത് കൂടുതലും നമ്മുടെ അധ്യാപകരിൽ നിന്നാണ്. എല്ലാവരുടെയും മനസ്സിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു അധ്യാപകർ അവരുടെ ജീവിതത്തിന്റെ വിജയത്തിന് പിന്നിലുണ്ടാവും. അങ്ങനെ എനിക്കും ഒത്തിരി അധ്യാപകരുണ്ട്. ഇത്ര എനിക്ക് പറയാം. മാം ഞാൻ ഒരു പോയിന്റ് അല്ല, മാതാപിതാ ഗുരു ദൈവം. ആ മാതാപിതാ ആ ഒരു ഇത് കഴിഞ്ഞ ശേഷം അടുത്ത വരുന്നത് നമുക്ക് അധ്യാപകനാണ്. നമുക്ക് വന്നിട്ട് അതിന്റെ അറിവുകൾ ഇതൊക്കെ നമുക്ക് പകർന്നു തരുന്നത്. അതുകൊണ്ട് അധ്യാപകർ പറയണത് നമുക്ക് ഒരു ദൈവത്തിന്റെ മുമ്പിലുള്ള ഇത് കൂടിയാണ് ഈ അധ്യാപകർ എന്ന് പറയുന്നത്. മാം അതും കൂടി ഒന്ന് പറയണമെന്നുണ്ടായിരുന്നു. ഞാനൊന്ന് പറയട്ടെ മാം അധ്യാപകരെ പറ്റി. എനിക്ക് ടൈമില്ല, മോന് സുഖമില്ല, ഞാൻ പെട്ടെന്ന് ഓടി വന്നേ, ഫോൺ ഓണാക്കി വെച്ചേക്കുന്നേ ഉള്ളു. Teachers determine the quality of the students, school and all society. സൊസൈറ്റിക്കും സ്കൂളിനും കുഞ്ഞുങ്ങളുടെ എല്ലാം ഒരു ഗുണമാണ് ടീച്ചറെന്ന് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ആൻഡ് ഇന്റലക്ച്വലി ആൻഡ് മോറലി ദ സുപ്പീരിയർ ബാൻഡ് ഓഫ് ടീച്ചേഴ്സ്. അത് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണ്. ഇന്റലക്ച്വലി ആണെങ്കിലും മോറലി ആണെങ്കിലും ടീച്ചറിനെ പറ്റി ഒരു സുപ്പീരിയർ ബാൻഡ് എന്നാണ് എനിക്ക് എൻ്റെ അഭിപ്രായം. ടീച്ചർ വിൽ ടേൺ ഔട്ട് ബെറ്റർ ക്വാളിഫൈഡ് സ്റ്റുഡൻസ്. കുട്ടികൾക്ക് നല്ല ക്വാളിഫൈഡ് ആവാനെ കൊണ്ട് ടീച്ചർ നല്ല ഒരു ടേൺ ഔട്ട് ആണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. അതുപോലെ തന്നെ ദ കരിസ്മ ഓഫ് ടീച്ചേഴ്സ് ആർ ഗിവൺ ദ ടോപ്പ് പ്രയോറിറ്റി ഫോർ, അതായത് ക്വാളിറ്റി, ക്വാളിഫിക്കേഷൻ, കോൺസിസ്റ്റൻസി, അതായത് ധാർമ്മിക ഗുണം, നിയമനം, പൊരുത്തം, മറ്റുള്ളവരുമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ടീച്ചറിനെ പറ്റി ഒരു കരിസ്മയാണ് ടീച്ചർ എന്നാണ് എൻ്റെ വ്യക്തിപരമായ എൻ്റെ ഇത്രയും നാളത്തെ പഠന കാര്യങ്ങളിൽ നിന്നും ടീച്ചേഴ്സായിട്ടുള്ള എക്സ്പീരിയൻസിൽ നിന്നും. ഞാൻ 1ാം ക്ലാസ് തൊട്ട് MA വരെ പഠിച്ചിട്ടുണ്ട്. കമ്പ്യൂട്ടർ ഒരു DIS കോഴ്സ് പഠിച്ചിട്ടുണ്ട്. ഇപ്പോഴ് ഈ കോഴ്സിന് പഠിച്ചിട്ടുള്ളതിലെല്ലാം ആ ടീച്ചേഴ്സായിട്ട് എല്ലാം നല്ല കണക്ഷനാണ്. ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ കുട്ടികൾക്ക് എന്നോട് നല്ല കണക്ഷനാണ്. എനിക്ക് ടീച്ചറിനെ പറ്റി പറയാനുള്ള എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണിത്. ഓക്കെ, താങ്ക് യു. ഫാമിലി, കുടുംബം. ആരാണ് സംസാരിക്കുന്നത്? ഫാമിലിയെ കുറിച്ച്, കുടുംബം എന്താണ്, കുടുംബം എന്താണ്? മാം മനസ്സിലായില്ല, ഒന്നുകൂടെ പറഞ്ഞേ. ഞാൻ പറയാം മാം. ഇതിനു മുമ്പ് പറഞ്ഞാണോ ടോപ്പിക്? കുടുംബം ഇമ്പമുള്ളതിനെ ഇല്ല, ഞാൻ പറഞ്ഞില്ലായിരുന്നു. സിനു പറയൂ. കുടുംബം എന്ന് പറയുന്നത് കൂടുമ്പോൾ ഇമ്പമുള്ളത്. അതായത് നമ്മൾ എല്ലാവരും കൂടെയും കൂടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വളരെ സന്തോഷകരമായ ഒരുപാട് നമുക്ക് സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. ഒറ്റക്ക് ഇപ്പോ എല്ലാ വീട്ടിലും മക്കള് വേറെ പോണം എന്നുള്ള ഒരു ഇതൊക്കെയാണ് ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത്. പക്ഷെ എല്ലാവരും ഒരുമിച്ച്, അതായത് വാപ്പ, ഉമ്മ, മക്കള്, പേരക്കുട്ടികള് എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് ജീവിക്കുന്ന ആ സന്തോഷം അവരെത്ര മാറി നിന്ന് ജീവിച്ചാലും കിട്ടുമെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ കയ്യിലും നമ്മൾ പളങ്ക് പാത്രം പോലെ കൊണ്ടെടുക്കുന്നതാണ് നമ്മുടെ കുടുംബങ്ങൾ. കാരണം നമ്മൾ ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുപിടിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ നമ്മൾ അത്രയും പ്രാധാന്യം നൽകണം, നമ്മുടെ ജീവിതത്തോട് ചേർത്ത് പിടിക്കണം കുടുംബത്തെ. അല്ലെങ്കിൽ ഏറ്റവും ഞാൻ എൻ്റെ ജീവിതത്തോട് ചേർത്ത് പിടിക്കുന്നതാണ് എൻ്റെ കുടുംബം. അതായത് എൻ്റെ മക്കള്, എൻ്റെ ഇക്കാടെ ഉമ്മ വാപ്പ, എൻ്റെ ഉമ്മ വാപ്പ, അങ്ങനെ നമ്മൾ എല്ലാവരും കൂടിയിട്ടുള്ള ഒരു വളരെ നല്ല രീതിയിൽ അങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടതും. പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം നമ്മുടെ കുടുംബ ബന്ധങ്ങളാണ്. നമുക്ക് കൂട്ടുകാർ വേണം. അതുപോലെ തന്നെ നമുക്ക് കുടുംബ ബന്ധവും കൂടി നമുക്ക് കൂടുതലായിട്ട് വേണം. നമുക്ക് എന്തെങ്കിലും സങ്കടങ്ങൾ പറയാനോ അല്ലെങ്കിൽ എന്താ പറയാ നമ്മുടെ കൂടെ ചേർന്ന് നിന്നിട്ട് എന്തെങ്കിലും ഒരു ആപത്ത് വന്നാലും സാരമില്ല എന്ന് പറയാനായിട്ട് നമുക്ക് ഈ കുടുംബത്തിലുള്ള ആരെങ്കിലും ഉണ്ടാവുള്ളൂ. എപ്പോഴും നമ്മുടെ കൂട്ടത്തില് ഒരിക്കലും നമ്മളെ എന്താ പറയാ വിട്ടു മാറാനായിട്ട്, അതായത് മുറിച്ചു മാറ്റാൻ പറ്റാത്തൊരു ബന്ധമായിരിക്കും നമ്മുടെ കുടുംബക്കാരിൽ നമുക്ക് ഉണ്ടാവുക എന്നുള്ള എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നുന്നത്. പിന്നെ എൻ്റെ ഒരു ചെറിയ കുടുംബം എന്ന് പറയുന്നത് ഞാനും എൻ്റെ മക്കളും എൻ്റെ ഹസ്ബൻഡും ആയിട്ടുള്ള ഒരു കുടുംബമാണ്. അതെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും എന്താ പറയാ വേർതിരിച്ച് കാണാൻ പറ്റാതെ, ഇപ്പൊ ഞങ്ങളിൽ നിന്നുണ്ടായ മക്കളാണ്, തലമുറകളാണ് മുന്നോട്ട് അതായത് നമ്മളിൽ നിന്നുണ്ടാകുന്നതാണ് തലമുറകൾ. അപ്പോ
നമുക്ക് അതിൽ നിന്ന് നമുക്കിങ്ങനെ എന്താ പറയാ, ഓരോന്നിങ്ങനെ നല്ല രീതിയിൽ നല്ല എന്താ പറയാ, ഒരു അതിന് വേർഡ് കിട്ടുന്നില്ല, ഒരു ഓക്കെ മാം. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ്, വുമൺ. സ്ത്രീയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഞാൻ പറയാം മാം. ഓക്കെ, നമ്മുടെ ഒരു ജീവിതം എന്ന് പറയുന്നത് ജീവൻ തുടങ്ങുന്നതല്ലേ, ഭൂമിയിലേക്ക് ഒരു ജീവൻ പിറന്ന് വീഴുന്നത് തന്നെ ഒരു സ്ത്രീയിലൂടെയാണ്. ഒരു പുരുഷന് അതിൻ്റെതായ പങ്കുണ്ട്, എന്നാലും സ്ത്രീ ഒരു അമ്മയാണ്. ഹലോ, കേൾക്കാവോ മാം? അമ്മയാണ്, അതായത് പല പല രൂപങ്ങളിൽ സിനിമയിൽ എന്ന പോലെ, സിനിമയിൽ നമ്മൾ എന്താ പറയാ, നായികയും നായകന്മാർക്ക് പല റോൾ എടുക്കുന്ന പോലെ ജീവിതം വെച്ച് നോക്കുമ്പോൾ ഒരു സ്ത്രീ എടുക്കുന്ന പല പല റോളുകൾ അത് വളരെയധികം ബഹുമാനം കൊടുക്കേണ്ട, അതൊരു വളരെയധികം എന്താ പറയാ, ഒരു പ്രോത്സാഹനം കിട്ടേണ്ട ഒരു റോൾസ് തന്നെയാണ്. സ്ത്രീ അമ്മയായിട്ട്, അനിയത്തിയായിട്ട്, ഭാര്യയായിട്ട്, ഒരു മകളായിട്ട്, അങ്ങനെ എല്ലാ രീതിയിലും ഒരു കുട്ടിയായിട്ട് എല്ലാ റോളിലും അവളുണ്ട്. അപ്പൊ സ്ത്രീ എന്ന് പറയുന്നത് സത്യത്തിൽ ഒരു ശക്തി തന്നെയാണ്. നമ്മളൊരു എന്താ പറയുക, എവറി മാൻ സക്സസിന് പിന്നിൽ ഒരു സ്ത്രീ ഉണ്ടെന്ന് പറയുന്ന, അതിപ്പോ ഒരു പുരുഷന്റെ കേസിൽ മാത്രമല്ല, ഒരു കുട്ടിയെ നമ്മൾ ജനിക്കുന്നു, 9 മാസം ഒരു കുട്ടിയെ നമ്മൾ വയറ്റിൽ കൊണ്ടു നടന്നു, അതിന് വയറ്റിൽ വെച്ച് കുട്ടി വയറ്റിൽ ഉണ്ടായിരിക്കുമ്പോഴേ നമ്മൾ അതിന് അമ്മയാവുകയാണ്, അതിനെ പുറത്തെടുക്കുന്നില്ല. വയറ്റിലേ നമ്മൾ 9 മാസം ഒരമ്മയായി അതിനെ നോക്കി കെയർ ചെയ്ത് എന്താ പറയാ, അതിനെ പുറത്തേക്ക് കൊണ്ടുവന്നു. പിന്നെ ആ കുഞ്ഞുനാള് തൊട്ട് ആ വലുതായി കല്യാണം കഴിഞ്ഞു പോട്ടെ, അവർക്ക് മക്കളുണ്ടാവട്ടെ, അവരെത്ര പ്രായമാവട്ടെ, ഒരമ്മയെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞ് എപ്പോഴും കുഞ്ഞാണ്. പിന്നെ ഭർത്താവിനെ നോക്കുന്നു, ഭർത്താവിന്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നു, വീട്ടു ജോലികൾ ചെയ്യുന്നു. ഒരു സത്യം പറഞ്ഞ ഒരു പമ്പരം പോലെ, ഒരു നോൺ സ്റ്റോപ്പ് ഒരു ക്ലോക്ക്. ഇതിന്റെ ഇടയിൽ കൂടെ ജോലിക്ക് പോകുന്ന സ്ത്രീകളുണ്ട്. അതേപോലെ എന്താ പറയുക, എല്ലാം കൂടെ നമ്മൾ ചില ഈ വാട്സാപ്പിലായാലും നമ്മൾ സ്റ്റാറ്റസ് ഇമോജീസിലൊക്കെ നമ്മൾ കണ്ടില്ലേ, ഒരു സ്ത്രീയുടെ വിമൻസ് ഡേ March 8 ലോക വനിതാ ദിനമെന്ന് നമുക്കറിയാം. അന്നൊക്കെ തന്നെ എല്ലാവരും ഇടുന്ന സ്റ്റാറ്റസ് നോക്കിയാൽ തന്നെ അറിയാം, ഒരു സ്ത്രീയുടെ ഫോട്ടോ വെച്ചിട്ട് 16 ഇഷ്ടം പോലെ കൈകൾ കൊടുത്തിട്ട്, ഒരു കൈ ജോലി ചെയ്യുന്നു, ഒരു കൈ കുഞ്ഞിനെ എടുക്കുന്നു, ഒരു കൈ ഭർത്താവിനെ നോക്കുന്നു. അതാണ് സത്യത്തിൽ. അങ്ങനെ പല റോളില് സ്ത്രീക്ക് ഒരു പ്രാധാന്യം നമ്മുടെ സമൂഹത്തിൽ തന്നെ കൊടുക്കുന്നുണ്ട്. എല്ലാ രംഗത്ത് നോക്കിയാലും ഇപ്പൊ സ്ത്രീകളെ നമുക്ക് മുന്നിൽ കാണാം. അതിനി വിദ്യാഭ്യാസ രംഗത്താവട്ടെ, പിന്നെ അതേപോലെ ജോലി സ്ഥലങ്ങളിലാവട്ടെ, എല്ലായിടത്തും പൊളിറ്റിക്കലി രാഷ്ട്രീയത്തിൽ പിന്നിലോട്ടാണ്, സിനിമയിൽ പിന്നിലോട്ടാണോ, എല്ലാത്തരത്തും ഒരു വിമൻ എംപവർമെന്റ് എന്ന് പറയുന്നത് ഇപ്പൊ ഭയങ്കരമായിട്ട് എന്താണ് മുന്നിലേക്ക്. അതെ, സത്യം. ഇപ്പൊ സിനിമ പറഞ്ഞ പോലെ ഒരിക്കലും ഫ്രീ അല്ല, നമുക്കൊരു റെസ്റ്റ് എന്ന് പറയുന്ന സംഭവം എനിക്ക് തോന്നുന്നു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഒരു ഇച്ചിരി കിടക്കാൻ പോകുമ്പോഴായിരിക്കും കുട്ടികളുള്ള അമ്മമാര്, അമ്മയെ എനിക്ക് ഭക്ഷണം, അല്ലെങ്കിൽ അമ്മയെ എനിക്ക് ടോയ്ലറ്റിൽ പോകണം, അമ്മയെ. അപ്പോഴും നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മള് തലവേദന എടുക്കണം എന്ന് പറഞ്ഞാൽ നമ്മളത് മാറ്റി വെക്കുന്നില്ല. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അത് ചെയ്തേ പറ്റൂ. അവർക്ക് അസുഖമില്ല, അവർക്ക് റെസ്റ്റ് ഇല്ല, അവർക്ക് ഒന്നുമില്ല. അപ്പൊ അതൊരു സ്ത്രീ എന്ന് പറയുന്നത് ഒരു ശക്തി, ഒരു ദൈവത്തിന്റെ ഏറ്റവും വലിയ ഒരു അനുഗ്രഹം. ആസ് എ വുമൻ നമ്മൾ എല്ലാവരും ഒരു പ്രൗഡ് ആയിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് മാം. എന്റേത് സ്ത്രീ ഒരു ശക്തി തന്നെയാണ്, ആരാലും പിന്നാളപ്പെടാത്ത ഒരു ശക്തി. താങ്ക് യു മാം. താങ്ക് യു. നെക്സ്റ്റ് ടോപ്പിക്, വയോജനങ്ങൾ. ഓൾഡ് ഏജ് പീപ്പിൾസ്, വയോജനങ്ങൾ. ഓൾഡ് ഏജ് പീപ്പിൾസ്, വയോജനങ്ങൾ. ഞാൻ പറയട്ടെ. ധന്യ, രമേശ്. അതെ, പറയട്ടെ മാം. വയസ്സാവും തോറും നമ്മൾ കുട്ടികളാവും എന്ന് പറയുന്നത് സത്യമാണ്. എന്താ വെച്ചാൽ ബെഡഡായ അച്ഛൻ 2.5 വർഷത്തോളം എൻ്റെ അടുത്ത് അച്ഛൻ ഉണ്ടായിരുന്നു. അവസാന നിമിഷം അച്ഛൻ എന്നെ വിളിച്ചത് അമ്മ എന്നാണ്. അച്ഛനൊരു സംസ്കൃത വിദ്വാനാണ്, ജ്യോത്സ്യനാണ്. അപ്പൊ എന്തെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നവര് പിന്നീട് ഒരു കുട്ടി എന്നുള്ള സ്റ്റേജിലേക്കാണ് പോകുന്നത്. നമ്മൾ അവർക്ക് കൊടുക്കേണ്ടത് നല്ലൊരു കെയർ തന്നെയാണ്. ഇന്നത്തെ കാലത്ത് കണ്ണുള്ളപ്പോ കണ്ണിന്റെ വിലയില്ല പറയുന്ന അവസ്ഥയിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെ.
അതായത് അച്ഛനും അമ്മയും ഉള്ളപ്പോ അവര് നോക്കാനോ പറയുമ്പോൾ പോലും സങ്കടം വരണം. എന്ന് പറഞ്ഞാൽ ഇവിടെ എന്റെ കൂടെ ഉണ്ടായിരുന്നവർ രണ്ടുപേരും ഇപ്പൊ എന്റെ കൂടെ ഇല്ല. അപ്പൊ നമ്മൾക്കിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഇപ്പൊ ഓരോരുത്തർ പറയുമ്പോൾ ഞാൻ അനുഭവിക്കുന്നുണ്ട് അതിന്റെ വിഷമം. എന്താ പറഞ്ഞാൽ അവർക്ക് എന്നെ ഒരു നിമിഷം കാണാതിരിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അവരെ നമ്മളെ ഡിപ്പെൻഡ് ചെയ്യാനുള്ള അവസ്ഥ നമ്മളാണെങ്കിലും നാളെയാവോ അവരായിരുന്നു. അപ്പൊ നമ്മൾ അവർക്ക് കൊടുക്കേണ്ടത് സ്നേഹവും പരിചരണവുമാണ്. നമ്മൾ മാത്രമല്ല, നമ്മൾക്ക് വരുന്ന തലമുറയോട് നമ്മൾ അതാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. ഇന്ന് അവരാണെങ്കിൽ നാളെ നമ്മളാണ്. തീർച്ചയായിട്ടും. പിന്നെ ഒരുപാട് മനസ്സിലാക്കേണ്ട, ഇപ്പൊ എല്ലാം ലിമിറ്റഡ് കൂട്ടുകുടുംബം അല്ല, എല്ലാവരും സ്മോൾ ഫാമിലിയായി മാറി. അതിലൂടെ മനസ്സിലാക്കേണ്ടത് എന്തെന്ന് വെച്ചാൽ ആരും ഒരുപാട് കാര്യങ്ങൾ അവരിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വലിയ ആൾക്കാരിൽ നിന്ന് നമുക്ക് എത്ര തന്നെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. അവർക്കുള്ള അറിവൊന്നും നമ്മൾക്കില്ല. തീർച്ചയായിട്ടും. ഇപ്പൊ അവർക്ക് പഴയ കാലങ്ങളെ കുറിച്ചാണെങ്കിലും പഴയ ആൾക്കാരെ നമുക്കെല്ലാം മൊബൈൽ നോക്കിയിട്ടുള്ള അറിവാണുള്ളത്. അതേ സ്ഥാനം അവർക്കാണെങ്കിൽ നിറയെ ആളുകളുമായിട്ട് സമ്പർക്കമുള്ള കാര്യങ്ങളാണ് അവർക്കറിയാം. അപ്പൊ അതിന്റെ കുറവ് എനിക്കറിയുന്നുണ്ട്. അത് ഇപ്പോൾ ഉള്ളവർ അത് അനുഭവിക്കണം, അല്ലെങ്കിൽ ഇപ്പൊ ഉള്ളവരെ ഉപയോഗിക്കണം, അല്ലെങ്കിൽ കുട്ടികൾക്ക് അത് പറഞ്ഞു കൊടുക്കണം. അച്ഛൻ എന്താണ്, അമ്മ എന്താണ്, മുത്തശ്ശൻ എന്താണ്, മുത്തശ്ശി എന്താണെന്ന് തീർച്ചയായിട്ടും പറഞ്ഞു കൊടുക്കാം. ഈ കാലഘട്ടത്തിൽ ഓൾഡ് ഏജ് ഹോംസ് ഒരുപാട് വരുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ സ്കൂളിൽ വർക്ക് ചെയ്യുമ്പോൾ ഓരോരുത്തർക്ക് അറിയാം, അവരുടെ അവിടെ പോയിട്ട് നമ്മൾ പരിപാടി നടത്തുക, അങ്ങനെയൊക്കെ നടത്തുമ്പോൾ അവരുടെയൊക്കെ കണ്ണീരൊക്കെ കാണുമ്പോൾ ഒരിക്കലും അങ്ങനെ ഒരു അവസ്ഥ ആരും വരുത്തരുത്. എന്താണെന്ന് പറഞ്ഞാൽ ആ സ്റ്റേജ് എന്ന് പറയാൻ ശരിക്കും കെയർ കിട്ടേണ്ട സമയമാണ്. എന്തെന്ന് പറഞ്ഞാൽ അവർക്ക് അത്രയും ഡിപ്പെൻഡ് ചെയ്യുമ്പോഴുള്ള അവസ്ഥ ഭയങ്കര സങ്കടമാണ്. അതുകൊണ്ട് എല്ലാവരും, നമ്മളുടെ ഗ്രൂപ്പ് എല്ലാവരും ആരും അങ്ങനെ ആവരുത്. എല്ലാവരോടും പറഞ്ഞു കൊടുക്കണം അച്ഛൻ എന്താണ്, അമ്മ എന്താണ്, മക്കൾ എന്താണ്. അതുപോലെ അച്ഛനും അമ്മയോടും കൂടി ഇടപഴകാൻ ഇനിയുള്ള തലമുറയ്ക്ക് എല്ലാവരും മാതൃകയാവട്ടെ. എല്ലാവരും ഇപ്പൊ അവോയ്ഡ് ചെയ്യുന്ന കാലഘട്ടമാണുള്ളത്, ഒരിക്കലും ആവരുത്. ഓക്കെ, താങ്ക് യു. Okay, then very good. Next, Amma, motherhood ne kuറിച്ച് എന്താ പറയാനുള്ളത്? പറഞ്ഞവര് പറയണ്ട, അല്ലാത്തവര് പറയുന്നത്. ഞാൻ പറയട്ടെ മാഡം. ഹലോ. അമ്മ എന്നൊരു ഒരു വേർഡ് ശരിക്കും ആ അമ്മയുടെ എല്ലാം ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു വേർഡാണ് അമ്മ എന്ന് പറയുന്നത്. നമ്മള് ഒരു പെൺകുട്ടി അമ്മയായി മാറുക എന്ന് പറഞ്ഞാൽ അത് വെറും അവൾ അനുഭവിച്ചിരുന്ന ഒരു ലോകമല്ല പിന്നീട് അവൾക്ക് വരാൻ പോകുന്നത്. ആ ഒരു പെൺകുട്ടി പെട്ടെന്ന് കല്യാണം കഴിഞ്ഞ് അവള് സ്വന്തം അച്ഛന്റെ അമ്മയുടെ കയ്യിൽ ഇങ്ങനെ കുഞ്ഞായി വളർന്ന ആ ഒരു പെണ്ണ് പെട്ടെന്ന് വേറൊരു ലൈഫിലേക്ക് പോവാണ്. അവള് പെട്ടെന്ന് ഒരു ദാമ്പത്യം കഴിഞ്ഞ് പ്രഗ്നൻസി എന്ന് പറയുന്ന ഒരു സംഭവം ആള് ഒരുപാട് സ്ട്രഗിൾ ചെയ്യണ ഒരു കാര്യമാണ്. ഒരു അമ്മ ആവാൻ പോവുകയാണെന്നതിലുപരി ആൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യണ ഒരു ടൈമാണ് ആ ഒരു 10 മാസം. ഒരുപാട് പേർക്ക് തല കറങ്ങും, വോമിറ്റിങ്, ഫുഡ് മര്യാദക്ക് കഴിക്കാൻ പറ്റില്ല. ഇതെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ഡെലിവറി എന്ന് പറഞ്ഞാൽ മരണവേദനയുടെ പകുതി അനുഭവിച്ച് ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുകയാണ്. പക്ഷെ അത്ര വേദന സഹിച്ച് അവളൊരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്ന സമയത്ത് അവളുടെ മുഖത്തൊരു പുഞ്ചിരി വരും ആ പൊന്നു മോനെ കാണുമ്പോ. അവനെ കാണുമ്പോ അവളെ അനുഭവിച്ച വേദനകൾ മൊത്തം അവള് മറക്കണം. നമുക്കൊരു ചെറിയ മുറിവ് ഉണ്ടായാൽ പോലും സഹിക്കാൻ പറ്റാത്ത, ചിലപ്പോ ബ്ലഡ് കണ്ട തലറിങ്ങി വീഴുന്ന ഒരു പെണ്ണായിരിക്കും അത്രയും പെയിന് സഹിച്ച് അത്രയും ബ്ലഡ് ലോസ് ചെയ്ത് ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നത്. അമ്മ എന്ന് പറയുമ്പോ ആ ഒരു കുഞ്ഞ് ജനിച്ചത് മുതൽ ആ കുഞ്ഞിന്റെ മരണം വരെ ഈ അമ്മ എന്നുള്ള പൊസിഷനിൽ ഒരു മാറ്റവും വരുന്നില്ല. ആ അമ്മ അപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഒരു ജോബ്. അവനെ നോക്കുന്നതും അവന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നതും. ഇപ്പൊ ആ കുഞ്ഞ് വലുതായി, ആ കുഞ്ഞ് വേറൊരു കല്യാണം കഴിച്ച് ഇപ്പൊ മോനാണെങ്കിൽ ഒരു മരുമകളെ കൊണ്ടുവന്നു, മോളാണെങ്കിൽ വേറെ കെട്ടിച്ച് വിട്ടാൽ പോലും ഈ അമ്മയുടെ ഡ്യൂട്ടി അവിടെ കഴിയണില്ല, അപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആളുടെ സ്ട്രഗ്ലിങ്, ആൾക്ക് വയ്യാണ്ടിരിക്കുമ്പോ ഇപ്പൊ തമന്ന പറഞ്ഞ പോലെ ആൾക്ക് വയ്യാണ്ടിരുന്ന ആള് ചിലപ്പോ പനിച്ച്, ഇപ്പോ റീൽസിലൊക്കെ വരുന്നുണ്ട് ഒരു പുതിയൊരു ടോപ്പിക്. അതായത് വൈഫ് പനിച്ച് കിടക്കാണ്, അതായത് വീട്ടിലെ ഗൃഹനാഥ പനിച്ച് കിടക്കാണ്, ആൾക്ക് ഒട്ടും വയ്യ. അപ്പൊ ഹസ്ബൻഡ് വന്നിട്ട് പറയും, മോളെ നീ കിടന്നോ, ഞാൻ ചെയ്യാം, വീട്ടിലെ പണിയൊക്കെ ഞാൻ ചെയ്തോളാം, നീ കിടന്നോ എന്ന് പറഞ്ഞ ആളെ പിടിച്ച് കിടത്തും. എന്നിട്ട് 5 മിനിറ്റ് കൂടുമ്പോ ചായപ്പൊടി എവിടെ, പഞ്ചസാര എവിടെ, പാലെവിടെ, വെള്ളം എവിടെ, പാത്രം എവിടെ, ഗ്യാസ് എങ്ങനെ ഓൺ ആക്കാന്ന് പറഞ്ഞ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും ആള്. അന്നേരം ലാസ്റ്റ് ഈ പെണ്ണ് പറയും, നിങ്ങൾ വേണ്ട, ഞാൻ നീറ്റോളാം, നിങ്ങൾ പൊക്കോ, ഞാൻ ചെയ്തോളാന്ന് പറയും. ഇതാണ് അവസ്ഥ. ശരിക്കും ഒരു അമ്മയായി കഴിഞ്ഞാൽ പിന്നെ
പെണ്ണിന് റെസ്റ്റ് ഇല്ല. ആള് ഫുൾ ടൈം മക്കളെ നോക്കി അവരുടെ ലൈഫ് അങ്ങോട്ട് വേറെ ഡീവിയേറ്റ് ആയി പോവാണ്. ചില ആളുകള് അവരത്രയും ആഗ്രഹിച്ച് കിട്ടിയ പഠിത്തം, അവരുടെ ജോലി എല്ലാം ഇതിനു വേണ്ടിയിട്ട് സാക്രിഫൈസ് ചെയ്യും. പക്ഷെ ദേ ആർ ഹാപ്പി. എന്ത് സാക്രിഫൈസ് ചെയ്താലും അവരവരുടെ മക്കളുടെ വളർച്ചയിൽ അവർ ഹാപ്പി ആയിട്ടിരിക്കും. അത്രേ ഉള്ളൂ മാം. Okay, very good. Next topic. Pranayam. Love. ആരാണ് പറയുന്നത്? പറഞ്ഞവർക്ക് പറയാമോ? പറയട്ടെ മാം. പറയട്ടെ മാം. പറഞ്ഞവര് പറയണ്ട, പറയാത്തവര്. പറഞ്ഞിട്ടില്ല. പേരെന്താണ്? പ്രസീത. പറഞ്ഞോളൂ. പ്രണയം എന്റെ ഒരു ചെറുകഥയാണ്. ഹിതം. മതിൽക്കെട്ടിനുള്ളിലെ ബന്ധനങ്ങളെ പ്രണയിച്ചു നടക്കുന്ന സേതു. സേതുവിന് പുറം ലോകം കാണാൻ പെരുത്തിഷ്ടം. അവളെ സ്നേഹം കൊണ്ട് വീർപ്പുമുട്ടിക്കുന്ന സോഹൻ ഒരു ചരടിൽ ബന്ധിച്ചു നിർത്തി. ആ ചരടിനുള്ളിൽ നിന്ന് സേതു തന്റെ ഇഷ്ടം ആസ്വദിക്കുന്നു. കണ്ണടച്ചിരുന്ന് പൂമ്പാറ്റകളോടൊപ്പം പൂന്തോട്ടത്തിൽ പറന്നു, കാറ്റിനൊപ്പം ആകാശത്തേക്ക് ഉയർന്നു. അങ്ങനെ അവൾ മനസ്സുകൊണ്ട് ഇഷ്ടങ്ങൾ ആസ്വദിച്ചു. മതിൽക്കെട്ടിനുള്ളിൽ ഈ ഒരു ബന്ധനം, അതും ഒരു സുഖമുള്ള നോവാണ്. ഈ ചരട് പൊട്ടിച്ചാൽ ആകാശത്തേക്ക് പറക്കാം തനിക്ക്. പക്ഷെ വല്ല ചെളിയിലും വീണാൽ തീർന്നു. സോഹൻ രംഗഭൂമിയിലെ കാഴ്ചകൾ കാണാനൊന്നും സേതുവിനെ കൂട്ടാറില്ല. കടൽക്കാറ്റേൽക്കാനോ അമ്പലത്തിലേക്കോ മാത്രം കൊണ്ടുപോകും. സ്വപ്നങ്ങൾക്കിടയിലെ അമ്പലവാസി അവളിൽ ഉള്ളത് കൊണ്ട് അതവൾക്കിഷ്ടം. പ്രണയം തുളുമ്പുന്ന പാട്ടുകൾ അവളെ ഓരോ ലോകത്തേക്കും എത്തിക്കാറുണ്ട്. ആ പാട്ടിൽ അവരുടെ പ്രണയം അവൾ ആസ്വദിക്കാറുണ്ട്. അതിനപ്പുറം മധുരമായി സംസാരിക്കുന്ന പ്രിയതമനെ അവൾക്കറിയേണ്ട. സോഹന് ഒരിക്കലും പറയാൻ കഴിയാത്ത വിധം ആരോ ആണ് സേതു. സോഹന് എപ്പോ എന്തു വേണമെന്ന് അവൾക്കറിയാം. അവളൊന്ന് എവിടെയെങ്കിലും ഇരിക്കുന്നത് കണ്ടാൽ എന്തേ വയ്യേ എന്നൊരു ചോദ്യം. അതിലുണ്ട് അവൾ കൊതിക്കുന്ന സ്നേഹം. അതിനപ്പുറത്തേക്ക് അവളെ ഒന്ന് നോക്കാൻ പോലും സോഹൻ അറിയില്ല. എന്നിട്ട് പറയും, സ്നേഹം അത് പറയാനുള്ളതല്ല, മനസ്സിനോട് ചേർത്ത് നിർത്താനുള്ളതാണെന്ന്. അവർക്കിടയിലെ പിണക്കങ്ങളും പരിഭവങ്ങളും അധികം നിലനിൽക്കാറില്ല. ഒന്നുറങ്ങിയാൽ തീരാവുന്ന പിണക്കങ്ങളെ അവർക്കിടയിലുള്ളൂ. അതിന് കാരണവുമുണ്ട്. അവരെ സ്നേഹിക്കാൻ അവർ മാത്രമേ ഉള്ളൂ. സേതു അധികം പുറത്തിറങ്ങാറില്ലെങ്കിലും തന്റെ ചുറ്റുപാടുകൾ അവൾ നിരീക്ഷിക്കാറുണ്ട്. ആത്മാർത്ഥ പ്രണയം കാത്തു സൂക്ഷിക്കുന്നവർ അപൂർവം മാത്രം. അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ ചേച്ചിയെ പുറകെ നടന്ന് സ്നേഹിക്കും. പക്ഷേ ചേച്ചിക്ക് ഒരു വയ്യായിക വന്നാൽ ചേട്ടനെ പിന്നെ ആ പരിസരത്ത് കാണാറില്ല. വേറൊരു വീട്ടിൽ രണ്ടാളും പരസ്പരം ചിരിക്കാറില്ല, സംസാരിക്കാറില്ല. എപ്പോഴോ ഏതോ രാത്രിയിലെ സംഗീതം മാത്രം കേൾക്കുന്നവർ. അറിയില്ല അവരെന്താ ഇങ്ങനെ. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങൾ. തന്നെ മനസ്സിലാക്കാൻ അപ്പുറത്തെയാൾ മുതിരുന്നില്ല. സ്നേഹം അത് പ്രകടിപ്പിക്കാൻ എന്തോ ഒരു മടി. നോട്ടത്തിലോ ഭാവത്തിലോ പ്രകടിപ്പിക്കാതെ അതുപോലുള്ള മറ്റൊരാളെ തേടുന്ന ലോകം. സേതു തന്റെ താലിച്ചരടിൽ മുറുകെ പിടിച്ചു. ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിയിൽ, സ്നേഹാർദ്രമാം ഏതോ പദം തേടുന്നു നാം ഈ നമ്മളിൽ. എവിടെ നിന്നോ ഒഴുകിയെത്തിയ പാട്ടിലേക്ക് അവൾ ലയിച്ചു. കഴിഞ്ഞു. ഞാൻ പറയട്ടെ മാം. കഴിഞ്ഞോ? കഴിഞ്ഞു. ചെറുകഥ എവിടുന്ന കിട്ടി? ഞാൻ എഴുതിയതാ. സ്വന്തമായിട്ട് എഴുതിയതാണോ? ആ, വെരി ഗുഡ്. നല്ല ടോപ്പിക്കാണ് ഞാനൊക്കെ തന്നത് എനിക്ക്. ആ, ഞാനത് ആർക്കും അയച്ചു കൊടുത്തിട്ടുണ്ടായില്ല. ജസ്റ്റ് എന്റെ ഫ്രണ്ട്സിന് മാത്രം കൊടുത്തിട്ടുണ്ടായുള്ളൂ. നന്നായിട്ടുണ്ട് കേട്ടോ. പറയാം. ശാന്തി. ഓക്കെ മാം. എൻ്റെത് ലവ് മാരേജ് ആയിരുന്നു മാം. ഞാനൊരു ഹിന്ദു ആണ്. പിന്നെ ഞങ്ങള് എൻ്റെ അനുഭവം പറയുന്നതാണ്. ഞങ്ങളുടെ കുടുംബങ്ങള് എന്ന് പറഞ്ഞാൽ ഞാൻ പറയാം മാം. ഞാനൊരു ഹിന്ദു ആണേ. പിന്നെ ചേട്ടായി ക്രിസ്ത്യാനിയാ. അപ്പൊ ഞങ്ങള് തമ്മിൽ ലവ് മാരേജ് ആയിരുന്നു. അപ്പൊ എനിക്ക് അച്ഛനും അമ്മയൊന്നും ഇല്ല. നോക്കിയത് ഞങ്ങളുടെ ബന്ധുക്കാരാണ്. അപ്പൊ അവര് തമ്മിൽ വീട്ടില് പ്രശ്നങ്ങളൊക്കെ അപ്പൊ ചേട്ടായി കൂട്ടത്തിൽ ഇങ്ങ് വന്നതാ. അത് കഴിഞ്ഞ് ഞങ്ങള് ഇവിടെയും കുറെ പ്രശ്നങ്ങൾ ഉണ്ടായി. പിന്നെ എന്താ നിറത്തിന്റെ പേരില്, സാമ്പത്തികത്തിന്റെ പേരിൽ അങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ചേട്ടായി കൂട്ടത്തിൽ ക്രിസ്ത്യാനി അത് മാറി ഇപ്പൊ സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. പിന്നെ കാണുമ്പോഴുള്ള സൗന്ദര്യമല്ല,
മനസ്സിലുണ്ടാകുന്ന സൗന്ദര്യം ഇതാന്ന് പറയില്ല, അതുപോലെ കാണാൻ വലിയ ഭംഗിയൊന്നും ഇല്ലെങ്കിലും ഞങ്ങള് നന്നായിട്ട് പോകുന്നുണ്ട് ഇപ്പൊ. എത്രയല്ല മാം. അതാണ് പ്രണയത്തെ കുറിച്ച് ശാന്തിക്ക് പറയാനുള്ളത് അല്ലേ? പിന്നെ ശാന്തി, ഹിന്ദു ക്രിസ്ത്യൻ എന്നുള്ളൊരു മതം അതൊന്നും വിചാരിക്കുക വേണ്ട കേട്ടോ. നമ്മളെല്ലാരും മനുഷ്യരാണ്. ഇത്രേ ഉള്ളൂ. പക്ഷെ എല്ലാ സ്ഥലത്തും അങ്ങനെയല്ല മാം, ഓരോ സ്ഥലത്തും സംസ്കാരം ഓരോരോ അതൊരു വിഷയമേ അല്ല, അതങ്ങനെ ആലോചിക്കുക വേണ്ട കേട്ടോ. ഓക്കെ ഓക്കെ. ഓക്കെ, ഞാൻ നിങ്ങൾക്കൊരു കുറച്ച് ടോപ്പിക്സ് തന്നു. കുറച്ചൊന്നും ഞാൻ പറയാതെ ഇരുന്നു, നിങ്ങൾ പറയില്ല എന്ന് തോന്നിയ സമയത്ത് കുറച്ച് ടോപ്പിക്കുകൾ ഞാൻ ഒഴിവാക്കി. ഓക്കെ, അപ്പൊ എന്തിനാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ആക്ടിവിറ്റി തന്നെയെന്ന് അറിയാമോ? കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാൻ. ഒരിക്കലല്ല. നിങ്ങള് ഞാൻ പെട്ടെന്ന് പറയുമ്പോഴേക്കും ഞാൻ പറയട്ടെ, ക്ലാസ് എടുക്കുന്ന സമയത്ത് നിങ്ങള് അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ പറയാറുണ്ട്. ഓക്കെ, പക്ഷെ കുറെ പേര് ഇതിൽ നിന്ന് മാറി നിൽക്കാറുണ്ട്, ഒന്നും പറയാതെ മാറി നിൽക്കുന്നത്. അപ്പൊ ഇൻസ്റ്റന്റ് ആയിട്ട് ഒരു ടോപ്പിക് കിട്ടുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ പറഞ്ഞതൊക്കെ എന്താണ്, നമ്മുടെ ചുറ്റുപാടുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളാണല്ലോ, ലൈഫ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കുറച്ച് സമയം കൊണ്ട് എന്ത് സംസാരിക്കാൻ സാധിക്കും? നിങ്ങൾ ടീച്ചറാവാൻ പോകുന്നതല്ലേ, എന്ത് നിങ്ങൾക്ക് ആ ഒരു കിട്ടുന്ന സമയം കൊണ്ട് ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട്, അതാണ് ടീച്ചർ ക്വാളിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടി തന്നെ ചെയ്തതാണ് കേട്ടോ. ചെറിയ സബ്ജക്റ്റ് ആയിക്കോട്ടെ, ചെറിയ ടോപ്പിക് ആയിക്കോട്ടെ, അത് പറ്റി നിങ്ങൾ എന്ത് സംസാരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിച്ചത്. പലരും കുറച്ചുപേര് അതിൽ പരാജയപ്പെട്ടു, 2-3 പോയിന്റ്സ് പറഞ്ഞതോടുകൂടി അവർക്ക് പറയാൻ പറ്റാതെ വന്നു. പക്ഷെ അതിനെപ്പറ്റി പെട്ടെന്ന് എനിക്ക് തോന്നുന്നു പെട്ടെന്ന് പ്രിപ്പറേഷൻ ഇല്ലാതെ കൊണ്ട് തന്നതായിരിക്കാം, അങ്ങനെ വന്നതായിരിക്കാം. പക്ഷെ പ്രിപ്പറേഷൻ ഇല്ലാതെ കൂടി എന്ത് തന്നാലും നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്തിട്ട് അതിനെ മാക്സിമം പറ്റുന്ന പോലെ ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, ഞാൻ സംശയം പറഞ്ഞു, ഞാൻ കാര്യം പറഞ്ഞോട്ടെ. എന്റെ ഒരു തോട്ട് മാത്രമാണ് അത്. എങ്ങനെയാണ് എല്ലാവരും കാണുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ എന്നെ പഠിത്തം കഴിഞ്ഞിട്ട് ഇപ്പോ 19-20 വർഷമായി എന്റെ വിവാഹം കഴിഞ്ഞിട്ട്. എനിക്കിപ്പോ പഠിക്കുന്ന കാലത്ത് ഞാൻ ക്ലാസ്സിൽ ഭയങ്കരമായിട്ട് സംസാരിക്കുക, എന്ത് സബ്ജക്റ്റ് കിട്ടിയാലും സംസാരിക്കും. പക്ഷെ ഇപ്പൊ ഫോണിലൂടെ സംസാരിക്കുക, വീട്ടുകാരോട് പോലും സംസാരിക്കുന്നത് ഭയങ്കര പിൻവലിഞ്ഞുള്ള ഒരു ഇതാണ്. എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. 4 പേർ കൂടിയിരിക്കുമ്പോൾ ഞങ്ങൾ കൂട്ടുകാരായിട്ട് ഇങ്ങനെ കൂടിയിരിക്കാൻ ഒരു അവസരം കിട്ടുവാണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് സംസാരിക്കാൻ പറ്റും. ഇങ്ങനെയുള്ള ഒരു പ്രശ്നമുണ്ട് എനിക്ക്. ഓക്കെ, അതല്ല. ഓക്കെ, മനസ്സിലായി. നിങ്ങൾ പലരും നിങ്ങൾക്ക് സംസാരിക്കാത്തവരും കൂടി മാം എനിക്കൊന്ന് പറയാനുണ്ട് മാം. അല്ല മാം, അതായത് എനിക്ക് തമിഴാണ് മാം, അതുകൊണ്ട് എനിക്ക് മലയാളത്തിന്റെ വേർഡ്സ് കിട്ടാത്തത് കൊണ്ടാണ് ആ വിദ്യാഭ്യാസത്തിനെ കുറിച്ച് ഞാൻ പറയാൻ പറ്റാത്തത്. അത് പറയാൻ വേണ്ടിയിട്ടാണ്. എനിക്കത് ആ വേർഡ്സ് മലയാളത്തിൽ എന്ത് വേർഡ്സ് പറഞ്ഞാലാണ് ഞാൻ ഉദ്ദേശിക്കുന്ന അത് വരുമെന്ന് എനിക്ക് അറിഞ്ഞില്ല, അതുകൊണ്ടാണ് മാം. ചോദ്യം കാര്യം ചെയ്താൽ നമ്മളത് സംസാരിക്കാം. എന്നിട്ട് ചോദ്യം അറിയാവുന്ന പോലെ മലയാളത്തിൽ ഞങ്ങൾക്കൊന്ന് ജസ്റ്റ് ബ്രീഫ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്താൽ മതിയായിരുന്നു. അപ്പൊ ഇവിടെ തമിഴ് ലാംഗ്വേജ് കേൾക്കായിരുന്നു കേട്ടോ. മിസ് ചെയ്തു. ഓക്കെ, ജ്യോതി പാലക്കാട് ചറ്റാണോ? പാലക്കാട് എന്താ മാം? ജ്യോതി പാലക്കാട് ബോർഡറിലാണോ ചോദിച്ചാണോ? അല്ല മാം, ഞാൻ പാലക്കാട് ബോർഡറിലല്ല, പാലക്കാട് തന്നെയാണ്. പക്ഷെ ഞങ്ങള് തമിഴ് ആൾക്കാരാണ്, പഠിച്ചതൊക്കെ മലയാളം, പക്ഷെ വീട്ടിൽ സംസാരിക്കുന്നതൊക്കെ തമിഴാണ്. തമിഴത്ത് എന്തെങ്കിലും പറയാമോ? അറിയാം മാം. എന്തെങ്കിലും ടോപ്പിക് പറഞ്ഞാൽ അതിനെ കുറിച്ച് ഞാൻ തമിഴിൽ പറയും. ടോപ്പിക് ഇത് തന്നെ ആയിക്കോട്ടെ. லவ் പറഞ്ഞാ നമ്മള് தமிழ்ல அதுக்கு காதல்னு சொல்லுவாங்க. காதல் நான் காதலுக்காக ரொம்ப ஏங்கி இருக்கேன். எனக்கு காதல்னா ரொம்ப ரொம்ப பிடிக்கும். நான் ரொம்ப ஒருத்தர் மேல அன்பு வச்சேன்னா ரொம்ப நான் அன்பு வச்சிருவேன். அதனால எனக்கு திருப்பி கிடைக்கணும்னு நான் எதிர்பார்ப்பேன். ஆனா எனக்கு அது கிடைக்கல. இப்ப நான் தனியா நின்னுதான் நான் என் வாழ்க்கையை நான் கொண்டு போயிட்டு இருக்கேன். அதனால தனியா நின்னா ஒரு பொண்ணால எது வேணா சாதிக்க முடியும் அப்படிங்கிறதுக்காக நான் நினைக்கிறேன். അതാണ് മാം, ഞാൻ ഒറ്റയ്ക്കാണ്. ഞാൻ തനിയെ എന്നെ കൊണ്ട് എന്തും
സാധിക്കും എന്നുള്ള ഒരു ഇത് എനിക്കത്. വെരി ഗുഡ്. നന്നായിട്ട് സംസാരിക്കുന്നുണ്ട് തമിഴ് കേട്ടോ. ഇടയ്ക്ക് തമിഴ് എന്തെങ്കിലും പറയാം. താങ്ക് യു മാം, താങ്ക് യു. ഓക്കെ മാം, താങ്ക് യു. അപ്പൊ ഇത് ആദ്യമേ തമിഴിൽ പറഞ്ഞാൽ മതിയായിരുന്നോ? എനിക്ക് പ്രണയം തന്നാൽ മതി. അതൊക്കെ ജ്യോതി നന്നായിട്ട് സംസാരിച്ചായിരുന്നല്ലേ ടോപ്പിക്? അതെ മാം, ലവ് വുമൺ ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നല്ല സൂപ്പറായി പറഞ്ഞിട്ടുണ്ടോ. ഓക്കെ. അപ്പൊ ഈ ആക്ടിവിറ്റി ചെയ്യിപ്പിച്ചതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ലല്ലോ? ഉണ്ടോ? ഇന്നൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മ പ്രിപ്പറേഷൻ ഇല്ലെങ്കിൽ കൂടി ഇൻസ്റ്റന്റ് ആയിട്ട് എന്തെങ്കിലും ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ അതിനെപ്പറ്റി നമുക്ക് നമ്മുടെ ചുറ്റുപാടുള്ള കാര്യങ്ങളെ പറ്റി എന്തെങ്കിലും സംസാരിക്കാനായിട്ട് നമ്മള് പ്രാപ്തരായിരിക്കണം കേട്ടോ. ടീച്ചർ പറഞ്ഞത് ശരിയാണ്. ഒരു കാര്യം പറയട്ടെ ടീച്ചർ. എന്താ വെച്ചാൽ ഇന്നലെ മിഞ്ഞാന്ന് ഫസ്റ്റ് എയ്ഡിനെ കുറിച്ച് നമ്മൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ചെയ്തതിനെ കുറിച്ചൊക്കെ പറയാം. പറയുമ്പോ കൈയൊക്കെ വർക്കുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് പറയുമ്പോ ടീച്ചർ പറഞ്ഞ പോലെ നമുക്ക് അറിയുന്ന കാര്യങ്ങളെ കുറിച്ച് ചെറിയ ചെറിയ കാര്യങ്ങളല്ലേ പറയണ്ടുള്ളൂ. പക്ഷെ പറയുമ്പോ ഒരു വരയും ഉണ്ടായിരുന്നില്ല. അപ്പൊ തോന്നുന്നത് ഇനിയുള്ള ക്ലാസ്സുകളിൽ ഇങ്ങനെയൊക്കെ ഓരോന്ന് പറയുമ്പോ ആ വരകളൊക്കെ നമുക്ക് പ്രസന്റേഷനിൽ മാറും എന്ന് തോന്നുന്നു. താങ്ക് യു മാം. ഇന്നങ്ങനെ ചെയ്യാതിരിക്കരുത്. ഇപ്പൊ കുറച്ച് കോൺഫിഡൻസ് കുറവാ. ടീച്ചർ മാത്രമല്ല, ടീച്ചർ എന്ന നിലയിൽ ഇപ്പൊ കുട്ടികൾ പറയും ടീച്ചർ ഒരു പാട്ട് പാടാൻ പറഞ്ഞാൽ നമുക്ക് പാട്ട് പാടാൻ അറിയില്ലെങ്കിലും നമുക്ക് പാട്ട് പാടാം. ഞാനൊരു 6 മാസം വർക്ക് ചെയ്തതാണ് ഗവൺമെന്റ് സ്കൂളിൽ മാം. അപ്പൊ നമ്മളവിടെ ക്ലാസ് എടുക്കുമ്പോ HMന്റെ നിഴല് കണ്ടാ വിറയ്ക്കും. സത്യം. ഞാൻ ബികോം കഴിഞ്ഞിട്ടാണ് പഠിപ്പിക്കാൻ പോയത്. ഞാൻ ട്യൂഷൻ എടുത്ത എക്സ്പീരിയൻസ് വെച്ചിട്ടാ പോയത്. അപ്പൊ നമുക്ക് അവരെന്ന് പറഞ്ഞ ഗവൺമെന്റ് ജീവനക്കാരാണല്ലോ, അങ്ങനെയുള്ള ഒരു പേടി ഉണ്ടാവും മനസ്സിൽ. അറിയാം, പഠിപ്പിച്ചു കൊടുക്കാനൊക്കെ അറിയാം, ഓക്കെയാണ്. പക്ഷെ ടീച്ചർ ചെക്ക് ചെയ്യാൻ വരികയാണോ എന്നുള്ള പേടി. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒരു കോഴ്സ് കയ്യിൽ വെക്കണം എന്നുള്ളതിലാണ് ചേർന്നത്. നമുക്കൊരു സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലല്ലേ നമുക്കൊരു ധൈര്യമുള്ളൂ. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ലോണം കോൺഫിഡൻസ് കിട്ടുന്നുള്ള നല്ലൊരു ധൈര്യം വന്നിട്ടുണ്ട് ഇപ്പൊ. ഓക്കെ. അപ്പൊ നമുക്ക് ഇതേപോലത്തെ ഒരു സെഷൻസ്, ഇതുപോലെ ഡിസ്കഷൻ, ഡിബേറ്റ് ഒക്കെ നമുക്ക് ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. പിന്നെ ഇതിലൊരാളുടെ കമന്റ് ഞാൻ കണ്ടു, പേടിയാവണം മിസ്സേ, പെട്ടെന്ന് പറഞ്ഞപ്പോ പറയാൻ പറ്റിയില്ല, പോയിന്റ്സ് കിട്ടിയില്ല എന്നൊക്കെ. നിങ്ങൾക്ക് അറിയാവുന്ന പോയിന്റ്സ് പറയാൻ മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ അല്ലെ. ഒരു ടോപ്പിക് തരാം, അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അറിയാവുന്ന രീതി സംസാരിക്കാം. അപ്പൊ അതിൽ കുറച്ച് പോയിന്റ്സുകൾ പറഞ്ഞു, കുറച്ചുപേര് കുറച്ചും കൂടി എലാബറേറ്റ് ചെയ്ത് കണ്ടന്റ് വൈസ് ആയിട്ട് പറഞ്ഞു. അപ്പൊ രണ്ടുപേര് പറഞ്ഞതിൽ മാത്രമേ പറഞ്ഞതിൽ സ്ട്രക്ചർ ഉണ്ടായിരുന്നുള്ളൂ. രണ്ടുപേര്. അതായത് നമ്മളൊരു കാര്യം പറയുന്ന സമയത്ത് ആദ്യം എന്തുണ്ടായിരിക്കണം, അതില് ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടായിരിക്കണം അല്ലെ. എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ എന്താണ് എഡ്യൂക്കേഷൻ എന്നുള്ളൊരു നിർവചനം പോലെ, അതിനൊരു ഇൻട്രൊഡക്ഷൻ എന്ന് വെച്ചാൽ എന്താണ്, ഇൻട്രൊഡക്ഷൻ മലയാളം ഒരു ആമുഖം പോലെ ഉണ്ടായിരിക്കണം അല്ലെ. ഓക്കെ. പിന്നീട് അതിനൊരു മാറ്റർ ഉണ്ടാകും. എന്തൊക്കെയാണ് വിദ്യാഭ്യാസത്തിലുള്ളത്, എന്തൊക്കെ ചട്ടങ്ങളാണ്, ഏതൊക്കെ രീതികളാണ്. അപ്പൊ എന്താണ്, അപ്പൊ സെക്കൻഡ് ഭാഗം കഴിഞ്ഞു, അതിന്റെ മാറ്റർ കഴിഞ്ഞു. ലാസ്റ്റ് എന്താണ് വരുന്നത്, കൺക്ലൂഷൻ വരണം അല്ലെ. ഒരു കൺക്ലൂഡ് ചെയ്ത് പറയാം ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട്. അവസാനം നമ്മൾ വിദ്യാഭ്യാസം ഒരു വ്യക്തിയിൽ എങ്ങനെയാണ് എന്നുള്ള രീതിയിൽ നമ്മൾ അത് കൺക്ലൂഡ് ചെയ്യും. അതേപോലെ എല്ലാ ടോപ്പിക്കും എന്താണ്, നമ്മൾ ഇതേ രീതിയിലാണ് പറയുന്നത്. ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടായിരിക്കണം, മാറ്റർ ഉണ്ടായിരിക്കണം, കൺക്ലൂഷൻ ഉണ്ടായിരിക്കണം കേട്ടോ. എന്ത് കാര്യങ്ങളായിരിക്കണം. അപ്പൊ അതിനൊരു സ്ട്രക്ചറായി. അപ്പൊ നിങ്ങളുടെ ഭാഷയിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങളിന് കുറച്ചുകൂടി വ്യക്തത വരും. അപ്പൊ ഒരു ഘടനാപരമായിട്ടാണ് അവർക്ക് സംസാരിക്കുന്നതെന്ന്, അല്ലെങ്കിൽ ആ ടീച്ചർ സംസാരിക്കണമെന്ന് കേൾക്കുന്നവർക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. അത് കഴിഞ്ഞ് നമ്മളൊരു സെമിനാറോ അല്ലെങ്കിൽ അസൈൻമെന്റ് എഴുതുമ്പോൾ എങ്ങനെയാണ്, ഈ സെയിം സ്ട്രക്ചർ തന്നെയല്ലേ നമ്മൾ നോക്കുന്നത്. ആദ്യം ഇൻട്രൊഡക്ഷൻ എഴുതുന്നു, അതുമായി ബന്ധപ്പെട്ട മാറ്റർ എന്താണ്, അതിന്റെ സ്പെസിഫിക് ആയ കാര്യങ്ങൾ എഴുതും, ലാസ്റ്റ് എന്ത് ചെയ്യുന്നു, കൺക്ലൂഷൻ അല്ലെ, കൺക്ലൂഡ് ചെയ്ത് എഴുതുന്നു അല്ലെ. ഇതിൽ നിന്ന് ഞാൻ ഇന്ന കാര്യങ്ങൾ മനസ്സിലാക്കി, ഓക്കെ, അപ്പൊ അതെന്റെ അധ്യാപന ജീവിതത്തിൽ ഞാനത് പ്രയോജനപ്പെടുത്തും എന്ന രീതിയിൽ നമ്മൾ കൺക്ലൂഡ് ചെയ്തു അല്ലെ. അപ്പൊ എന്താണത്, അതൊരു സ്ട്രക്ചറാണ് അല്ലെ. നമ്മളത് പ്രത്യേകിച്ച് അധ്യാപകരിൽ നിന്ന് നമ്മൾക്ക് തോന്നിയ പോലെ ഒന്നും സംസാരിക്കാൻ പറ്റില്ല. നമ്മളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്, അധ്യാപകർ കുറച്ചും കൂടി എന്താണ്, നമ്മളുടെ ഭാഷയിലും നമ്മളുടെ പെരുമാറ്റ രീതിയിലും നമ്മൾ ചെയ്യുന്ന കമ്മ്യൂണിക്കേഷനിലും നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും. കാരണം എന്തുകൊണ്ടാണ്, നമ്മളെ മാതൃകയാക്കിയിട്ടാണ് കുട്ടികൾ വളരുന്നത് അല്ലെ. നമ്മളിൽ നിന്ന് കണ്ടുപിടിക്കുന്ന കാര്യങ്ങളാണ് കുട്ടികൾ പഠിക്കുന്നത്. അപ്പൊ നമ്മുടെ സ്ട്രക്ചർ ഓക്കെ ആയിരിക്കും. സ്ട്രക്ചർ ഉദ്ദേശിച്ച് നമ്മൾ പറയുന്ന നോളജിന്റെ ആ ഒരു ഘടന, എന്ത് സംസാരിക്കുന്നു, ടീച്ചറിന്റെ ഒരു മൂളക്കത്തിൽ പോലും, അല്ലെങ്കിൽ ടീച്ചറിന്റെ ഒരു ജസ്റ്റർ, അല്ലെങ്കിൽ ടീച്ചറിന്റെ ഒരു നോട്ടത്തിൽ പോലും ഉണ്ടായിരിക്കണം, വളരെ നീറ്റും സ്ട്രക്ചേർഡ് ആയിരിക്കും അല്ലെ. ഒരു മൂളല് വരെ എന്തായിരിക്കും, കുട്ടികൾക്ക് ഒരു തോന്നുന്ന രീതിയിലായിരിക്കണം ഒരു അധ്യാപകരാണ്. ഓക്കെ. അപ്പൊ അതൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം.
പിന്നെ നിങ്ങൾക്ക് പോയിന്റൊക്കെ പറയാൻ കഴിയുന്നവരാണ്, നിങ്ങൾ നന്നായിട്ട് കഴിവുള്ള കുട്ടികളാണ് എല്ലാവർക്കും. പക്ഷെ എന്തുകൊണ്ടും പേടിയോ അല്ലെങ്കിൽ ഒരു ടെൻഷനോ അല്ലെങ്കിൽ പറഞ്ഞാൽ തെറ്റിപ്പോകോ എന്നുള്ള ഒരു ടെൻഷൻ കൊണ്ടാണ് മിക്കവരോട് പറയാതിരുന്നത്. മനസ്സിലായി? പിന്നെ ചിലവർക്ക് പറയണമെന്നുണ്ട്, പക്ഷെ വാക്കുകളിലൂടെ പുറപ്പെടുവിക്കാൻ സാധിക്കുന്നില്ല. ചിലവര് ഇപ്പൊ ഇതിൽ തന്നെ ടോപ്പിക്ക് കേട്ടിട്ട് എനിക്ക് പറയണമെന്നുണ്ട്, പക്ഷെ ഞാൻ പറയണോ വേണ്ട, പറയാതെ മിണ്ടാതിരുന്നവരുണ്ട് ഇല്ലേ? മറ്റുള്ളവർ പറയട്ടെ പറയട്ടെ എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ അവസരം ഒന്ന് തട്ടി കളഞ്ഞു പോയിരുന്നു. മറ്റുള്ളവർ പേടിച്ചിട്ടാണെങ്കിൽ കൂടി അവർ പറഞ്ഞു. അപ്പൊ ഇനിയൊരു അവസരം തരുമ്പോ മാക്സിമം നിങ്ങൾ പങ്കെടുക്കണം കേട്ടോ. നിങ്ങൾക്ക് കൂടി വളരാൻ വേണ്ടി ഒരു ഓപ്പർച്യൂണിറ്റി തരും. നമുക്ക് എന്തായാലും സെഷൻ ഇവിടെ ഒരുക്കാൻ സാധിക്കില്ല. ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ വെച്ചിട്ട് ഇങ്ങനെയെങ്കിലും തരാൻ പറ്റുന്നത് എന്റെ വലിയൊരു കാര്യമായിട്ട് മനസ്സിലാക്കുക കേട്ടോ. പറഞ്ഞത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെപ്പറ്റി പറയാം. മാം എനിക്ക് നെക്സ്റ്റ് ടൈം ഒരു ടോപ്പിക് തന്നാൽ ഞാൻ സൂപ്പറായിട്ട് ഇതുപോലെ പറയാൻ നോക്കാം. നെക്സ്റ്റ് ടൈം നമ്മൾ ഇനി സ്പീച്ച് അല്ല, ഒരു ചെറിയ ഇൻസ്റ്റൻസ് സ്പീച്ച് കൂടെ നടത്തിയത്. ഇനി നമുക്കൊരു ഡിബേറ്റ് സെക്ഷൻ വെക്കാം. അപ്പൊ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് തമിഴിലോ ഹിന്ദിയിലോ ഇംഗ്ലീഷിലൊക്കെ രേഖപ്പെടുത്താം കേട്ടോ. അപ്പൊ ഒരു പ്രസന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തരാം. ഒന്നല്ലെങ്കിൽ തലേ ദിവസം അല്ലെങ്കിൽ ഒരു 2 ക്ലാസ് വരുന്നില്ല, ഒരു ക്ലാസ് വരുന്നത്. അടുത്ത ക്ലാസ്സിൽ ഞാനൊരു ടോപ്പിക് തരാം. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നിങ്ങളൊന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വരാം. അപ്പൊ നിങ്ങൾ എങ്ങനെ ആ ഒരു ഡിബേറ്റ് എങ്ങനെ ഒരു ഡിബേറ്റ് മനസ്സിലായില്ലേ? ഡിബേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മനസ്സിലായി മാം. സംവാദം ഒരാള് പറയും, നമ്മൾ അത് തെറ്റാണോ ശരിയാണോ എന്ന് നമ്മൾ അങ്ങോട്ട് പറയണം, അതല്ലേ മാം? സംവാദം എന്ന് മലയാളത്തിൽ പറയും. പക്ഷെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്. അഭിപ്രായങ്ങളൊക്കെ ചിലപ്പോൾ പലർക്കും പല രീതിയിലൊക്കെ കുത്തിയോ പൊളിയോ എന്നൊക്കെ വരാം. പക്ഷെ അതൊന്നും ആരും പേടിക്കില്ല, അങ്ങനെയൊന്നും പറയരുത് കേട്ടോ. ഒരുപാട് സീനില്ലാത്ത വിഷയം തന്നാതി മാം. ഇല്ല, നോക്കാം. ഒരിക്കലും വരാൻ പറ്റാത്തൊരു കാര്യമാണ് കുടുംബത്തെ പറ്റി. നിങ്ങൾക്ക് യാതൊരു ടോപ്പിക്കും വരാൻ പറ്റില്ല. നിങ്ങളെ കുടുംബത്തെ പറ്റി പറഞ്ഞാൽ നിങ്ങൾ പൊട്ടിക്കളിക്കും. മനസ്സിലായൊരു കാര്യം അതാണ്. ഡിബേറ്റ് സത്യം മാം, എന്തൊക്കെയൊക്കെയോ പറയണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഒന്നും പറയാൻ പറ്റുന്നില്ല. പറയാൻ പറ്റില്ല. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കുട്ടികളുടെ ടോപ്പിക് തരാൻ പറ്റില്ല. പാരന്റ്സ്, അതുപോലെ കുടുംബം, ഹസ്ബൻഡ്, അങ്ങനെ ഫാമിലി റിലേറ്റഡ് ടോപ്പിക് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ സംസാരിക്കുമെന്ന് എനിക്കറിയാം, നന്നായിട്ട് സംസാരിക്കും. പക്ഷെ വേറൊരു ടോപ്പിക് തരാം കേട്ടോ. അത് തന്നെ ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് കല്യാണം അലിയാകും. ഓക്കെ, അപ്പൊ എന്തോ ആയിക്കോട്ടെ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു മാം. സൈൻ ഔട്ട് ആരാണ്? ഞാനാണ്.